അപ്പോൾ പാർട്ടി നിർദ്ദേശപ്രകാരം എന്നെയും സുധാകരനെയും ശോഭയും പ്രതിയാക്കി പോലീസിൽ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും അതിന് എഫ്ഐആർ വരും. ഇപ്പോൾ ശോഭ എനിക്കെതിരെ ഒരു എഫ്ഐആർ ഇട്ടുണ്ട് 509. ഞാൻ നോക്കിയെടുത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന്. 509 അവൈലബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. സബ്സെക്ഷൻ കൂടുതൽ കൂട്ടിച്ചേർക്കാണ്ടിരുന്നാൽ മതി എൻ്റെ കൂടെ. അതായത് ശോഭാ സുരേന്ദ്രൻ തട്ടിപ്പുകാരിയാണ്, പക്ക തട്ടിപ്പാണ്. ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ ലളിത ഹോട്ടലല്ല, അതാണ് ശോഭയുടെ തെറ്റ്. ITC മൗര്യയിലാണ് ശോഭ വന്നത്. ITC മൗര്യ വന്നിട്ട് PM-ൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ ഒരാളെന്നും പറഞ്ഞ് ഒരു ആളെ എന്നെ സമീപിച്ചു ടേബിളിൽ. ഇങ്ങനെ കാണിച്ച ID എനിക്ക് സംശയം വന്നു. കാരണം PM ഒന്നൊരാളങ്ങനെ വരില്ല, നമ്മൾ ഡൽഹി കാണണമല്ല. അതിനിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരാൾ മൊബൈലിൽ പകർത്തണം. എൻ്റെ കൂടെ EP അവിടെ വരുന്നുള്ള പ്രതീക്ഷയിൽ ഇവരൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തതാണ് ഇതെല്ലാം. അവിടെ വെച്ച് ശോഭയായിട്ട് തെറ്റി ടേബിളിൽ നിന്ന് എണീച്ച് പോയി. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടായിട്ടില്ല, ഒരു റോളും ഇല്ല. ഇപ്പം എന്താ പ്രശ്നം എന്നറിയാമോ? ആ EP പരാതി കൊടുക്കുന്നുണ്ട്, പിന്നെ എന്നോട് ബന്ധം ഏർപ്പെടുത്താൻ പറഞ്ഞ പേരിൽ അദ്ദേഹം മൊബൈലിൽ ബ്ലോക്ക് ചെയ്യാൻ പോണെയാണ്. ഇദ്ദേഹത്തിൻ്റെ 9447087633. ഞാൻ അദ്ദേഹത്തെ ലാസ്റ്റ് വിളിച്ചത് 25-ാം തീയതിയാണ്. അദ്ദേഹത്തെ വിളിച്ച ശേഷമാണ് അന്ന് ഞാൻ നിങ്ങളെയൊക്കെ കണ്ടത്. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സുധാകരനും ശോഭയും പറയുന്നത് അസംബന്ധവും കളവുമാണ്, നമ്മുടെ സംഭവങ്ങൾ ഇന്നതാണ് നടന്നത്, പറഞ്ഞോട്ടെ. പറയാൻ പറഞ്ഞു. അവിടെ ഞാൻ തെറ്റുകാരനല്ല, ഞാൻ അദ്ദേഹത്തോട് തന്നെ സംസാരിച്ചത്. ഒരു മീറ്റിങ്ങിന് ശോഭ പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ 120B-യും ഏതെങ്കിലും IPC-യും കൂടി ചേർത്ത് FIR രജിസ്റ്റർ ചെയ്താൽ എന്നെ വിളിപ്പിക്കും. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. EP ജയരാജന് CPM പരസ്യമായി പിന്തുണ നൽകിയെങ്കിലും പാർട്ടിയിലെ ചർച്ചകൾ അവസാനിച്ചുവെന്ന് കരുതാനാവില്ല. BJP നേതാവുമായി ചർച്ച നടത്തിയതും ദല്ലാൾ ബന്ധവും BJP-യിലേക്ക് പോകാൻ ശ്രമിച്ചെന്ന ആരോപണവും ഒന്നും ജയരാജനെ വിട്ടൊഴിഞ്ഞിട്ടില്ല. EP-യെ പാപമുക്തനാക്കാൻ ഉറ്റ ചങ്ങാതി ദല്ലാൾ നന്ദകുമാർ അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. ഇന്നത്തെ വാർത്താ സമ്മേളനം വ്യക്തമാണ്. പാർട്ടി നിർദ്ദേശപ്രകാരം EP ദല്ലാളിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചാലും ആ ബന്ധം അങ്ങനെ തള്ളിപ്പറയാൻ കഴിയില്ല. ദല്ലാൾ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ജയരാജനെ വെള്ളപൂശാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നത് കാണാം. ജയരാജന് ജാഗ്രതക്കുറവുണ്ടായെന്ന് ഘടകകക്ഷികൾ പോലും പറയുമ്പോഴും ചേർത്ത് നിർത്തുന്ന CPM-ന്റെ നിലപാടിന് പിന്നിൽ എന്താണെന്നത് ദുരൂഹമായി തുടരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പാപമുക്തനാകുമോ ജയരാജൻ? പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജ്, കോൺഗ്രസ് വക്താവ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇന്ന് TG നന്ദകുമാറിന്റെ വാർത്താ സമ്മേളനത്തിൽ ഈ തനിക്കെതിരെ ഈ ജയരാജൻ പരാതി കൊടുക്കുന്നതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതുവഴി ശോഭാ സുരേന്ദ്രന്റെ ചില ചെയ്തികൾ അത് പുറത്തു വരുമല്ലോ, പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുമല്ലോ എന്നാണ് ദല്ലാളിന്റെ വാക്കുകൾ. ആ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചാൽ പൂർണ്ണമായിട്ടും EP ജയരാജനെ പിന്താങ്ങുന്ന രീതിയിൽ EP ഒരിക്കലും മുൻകൈയെടുത്ത് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇങ്ങോട്ട് EP-യെ വന്ന് കാണുകയായിരുന്നു. അപ്പോൾ ജാവദേക്കറുമായി EP അത് പറ്റില്ല എന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു, തുടങ്ങിയ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ CPM എന്തിനാണ് ജയരാജനെ പരസ്യമായി പിന്തുണച്ചത് എന്ന ചോദ്യം ഇപ്പോഴും സമൂഹത്തിൽ ഉയരുന്നുണ്ടല്ലോ. അപ്പോൾ മറുവശത്ത് ദല്ലാൾ ജയരാജനെ രക്ഷിക്കാൻ വരുന്നു. അപ്പോൾ ഈ ദുരൂഹത കൂട്ടുകയല്ലേ ഇതെല്ലാം? എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നുകിൽ പാർട്ടിക്ക് അത് മറച്ചു വെക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ പാർട്ടിയെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും. അല്ലെങ്കിൽ ഈ ജയരാജനെ തള്ളിപ്പറഞ്ഞാൽ ജയരാജൻ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തും. ഇങ്ങനെ എന്തൊക്കെയോ പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. കാരണം ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം. ഇതിൽ നിജസ്ഥിതി എന്താണ് എന്നതിനെപ്പറ്റി ഇന്നും പൊതുസമൂഹത്തിൽ വളരെ വലിയൊരു ക്ലാരിറ്റി ഇല്ല. ഇതിൽ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? പല ആൾക്കാരുടെ ഭാഷ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നന്ദകുമാർ പറയുന്ന ഒരു അഭിപ്രായമുണ്ട്, ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഒരു അഭിപ്രായമുണ്ട്, EP ജയരാജൻ പറയുന്ന ഒരു അഭിപ്രായമുണ്ട്, കെ സുധാകരൻ പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ മറ്റുള്ള ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. ശ്രീ പിണറായി വിജയൻ പറയുന്ന അഭിപ്രായങ്ങളുണ്ട്, CPM പറയുന്ന അഭിപ്രായമുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറി പറയുന്ന അഭിപ്രായമുണ്ട്. ഞാൻ പറയുന്നത് ഈ ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ചിരുന്ന് ഒരു പത്രസമ്മേളനം നടത്തി ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഓരോരുത്തരും ഇങ്ങനെ എപ്പിസോഡ് കണക്കാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഓരോരോ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസമായിട്ട് പുറത്തുവിടുന്നത്. ഇന്ന് ശ്രീ നന്ദകുമാറിൻ്റെ പത്രസമ്മേളനം കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയാണെങ്കിലും അദ്ദേഹം പറയുന്ന ഭാഷയാണെങ്കിലും അത് പൂർണ്ണമായിട്ടും EP ജയരാജനെ പിന്തുണയ്ക്കുന്ന
രീതിയിലത്തേക്കാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് CPM അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശാസനം നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എന്തു വന്നാലും ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അല്ലെങ്കിൽ പടച്ചവൻ വിചാരിച്ചാൽ പോലും അദ്ദേഹം തന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യില്ല എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായ പ്രകടനമൊക്കെയാണ് കണ്ടത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ് എങ്കിൽ ഈ രീതിയിലുള്ള കൂടിക്കാഴ്ചയെ പറ്റി പറഞ്ഞത്? എന്തിനായിരുന്നു ശരിക്കും ആ കൂടിക്കാഴ്ച? ഈ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് നുണയാണ് എങ്കിൽ ഏതൊക്കെ ഭാഗമാണ് നുണ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള വിശദീകരണം. മറ്റൊരു കാര്യം കൂടി ശ്രീ ശ്രീജിത് പണിക്കർ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇപ്പോൾ EPയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി, വെള്ള പൂശുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള കാര്യങ്ങൾ പോലും പുറത്തു പറയുവാൻ ദല്ലാൽ നന്ദകുമാർ തയ്യാറാവുകയാണ്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഈ ലാവ്ലിൻ കേസിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇന്നും പറയുകയാണ് ലാവ്ലിൻ കേസിൽ രക്ഷിച്ചെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടെന്ന്. ആ രീതിയിലുള്ള വർത്തമാനവും പറയുകയാണ് ദല്ലാൽ നന്ദകുമാർ. അപ്പോൾ ദല്ലാളിന് മുഖ്യം EP ആണ് എന്ന് വ്യക്തമാവുകയാണ് അവിടെയെല്ലാം. അവിടെയാണ് താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യം, എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്താലും ആര് വിചാരിച്ചാലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ള ദല്ലാളിന്റെ വാക്കുകൾ. അപ്പോൾ ഈ ദല്ലാളിനെ ആശ്രയിച്ചാണോ LDF കൺവീനർ ഇവിടെ ജീവിച്ചു പോകുന്നത്? എന്തിനും ഏതിനും ദല്ലാൾ. അല്ല, ഇവിടെ ഒരു രസകരമായിട്ടുള്ള കാര്യം നമ്മളൊക്കെ ചിന്തിക്കുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ ഒന്നാമൻ എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനാണ് എന്നാണ്. നേരെ മറിച്ച് ദല്ലാൽ നന്ദകുമാർ ഇവിടെ പറയുന്നതനുസരിച്ച് ശ്രീ EP ജയരാജനാണ് ഏറ്റവും പ്രാമുഖ്യം അർഹിക്കുന്ന നേതാവ് എന്ന് തോന്നിപ്പോകും. കാരണം അദ്ദേഹത്തിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഏതറ്റം വരെയും പോകുന്ന ശ്രീ നന്ദകുമാർ ലാവലിൻ കേസിൽ വീണ്ടും ശ്രീ പിണറായി വിജയൻ അതിലൊരു ഡീലിന് വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന മട്ടിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ സമൂഹത്തിനുണ്ടാകുന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഇവിടെ പറയുന്നത് ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം ദല്ലാൽ നന്ദകുമാറിന്റെ സ്വഭാവം എന്താണ് എന്നും അയാൾ ആരാണ് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് എനിക്കറിയാം എന്ന് ശ്രീ പിണറായി വിജയൻ തന്നെ മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ഡീലിങ്സ് ഒക്കെ ഏത് രീതിയിൽ നടന്നിരിക്കുന്നതാണ്, ഏതൊക്കെ സമയത്താണ്, എങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ ഇടപെട്ടിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ചില ആൾക്കാരുമായിട്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഇടപാടുകളുണ്ട്. മുൻപ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ എല്ലാം തന്നെ ഒന്നിച്ച് CPMന്റെ പല പ്രമുഖ നേതാക്കളും അവതാരം എന്നുള്ള ഒരു ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ അവതാരങ്ങളുമായിട്ടെല്ലാം തന്നെ അങ്ങേയറ്റത്തെ ബന്ധം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ശിവനും ഒക്കെ തന്നെ ശിവന്റെ ഒക്കെ തന്നെ പല രീതിയിലുള്ള അവതാരങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് പാപി, ഏതാണ് ശിവൻ, ഏതാണ് അവതാരം എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഇവിടെ വലിയൊരു ക്ലാരിറ്റി ഉണ്ടാകണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഈ വിഷയത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നിരുന്ന് ഒരു പത്രസമ്മേളനം നടത്തുകയല്ലാതെ രക്ഷയില്ല. ഇത് പണ്ട് എനിക്ക് തോന്നുന്നൊരു വിവാദമായിട്ടുള്ള ഒരു മർഡർ കേസ് ഉണ്ടായിരുന്നു. ആ മർഡർ കേസിൽ ഈ കുടുംബ ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ കുറേയധികം ബുദ്ധിമുട്ടിയതാണ്. ഈ കൊല്ലപ്പെട്ടയാളിന്റെ അമ്മ ഇന്നയാളാണ്, ഭർത്താവ് ഇന്നയാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയൊരു ഫാമിലി ട്രീ ഒക്കെ. ഇപ്പൊ അതിന് സമാനമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന രീതിയിൽ ഇങ്ങനെ ആകെപ്പാടെ കുഴഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ വളരെ കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഈ ബന്ധമെല്ലാം തന്നെ ശരിയായ രീതിയിലുള്ള എന്തെങ്കിലും ഇടപാടുകളുടെ പേരിലാണ് എന്ന് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ചില വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നന്ദകുമാർ അഭിമതനും ചില സമയത്ത് അദ്ദേഹം അനഭിമതനാവുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയ എന്തുകൊണ്ടാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ ദുരൂഹമാണ്. ഞാൻ നേരത്തെ മുമ്പൊരു ചർച്ചയിൽ തന്നെ ശ്രീ മഞ്ജുഷ് താങ്കളോട് തന്നെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അത് കൂടുതൽ വ്യക്തമാണ്. കാരണം ശ്രീ നന്ദകുമാറുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് ശ്രീ EP ജയരാജൻ പാപിയാണ് എന്ന് ശ്രീ പിണറായി വിജയൻ ദ്യോതിപ്പിക്കുന്നത് ഈ ഒരു സമയത്താണ്. നേരെ മറിച്ച് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ നയിക്കുന്ന ജാഥയിൽ അദ്ദേഹം പങ്കെടുക്കാതെ ഇരിക്കുകയും ആ സമയത്ത് നന്ദകുമാറിന്റെ മാതാവിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്ന സമയത്ത് ജാവദേക്കർ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ നന്ദകുമാറും EP മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ബന്ധത്തിന്റെ പേരിൽ, ആ ബാന്ധവത്തിന്റെ പേരിൽ അന്ന് ശിവൻ പാപി ഉപമ ഉണ്ടായില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ചില വെളിപ്പെടുത്തലുകൾ പറയുന്ന സമയത്ത് മാത്രമാണ് ഈ നന്ദകുമാർ പാപിയായി മാറുന്നതും അദ്ദേഹത്തിനോടൊപ്പം ചേരുന്ന EP ജയരാജൻ എന്ന് പറയുന്ന ശിവൻ പാപിയായി മാറുന്നതും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് കൂടുതൽ ക്ലാരിറ്റി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൽ കൂടുതലൊന്നും വിട്ടു പറയാനായിട്ട് തയ്യാറാവുന്നില്ല. ശരിയാണ്. ഡോക്ടർ B ജയരാജ്, ഇക്കാര്യത്തിൽ EP ജയരാജനെ പാർട്ടി എത്രമാത്രം സംരക്ഷിച്ചാലും ഇതിൽ ഈ ദല്ലാളുമായിട്ട് EP ജയരാജന് ഇടപാടുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഈ ഒരു ഒറ്റ സംഭവത്തിൽ EPക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് പോലും ആദ്യം നേതാക്കൾ പറഞ്ഞിരുന്നു. പിന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നപ്പോൾ അതുപോലും ഉണ്ടായില്ല. വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവസാനം പരസ്യമായി പിന്തുണ നൽകുകയാണ്. എന്ത് സന്ദേശമാണ് പാർട്ടി നൽകുന്നത് എന്നറിയില്ല. ഇങ്ങനെയാണോ പാർട്ടി നിലപാടെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്
ദല്ലാളുമായി ബന്ധമുണ്ട് എന്ന് പാർട്ടി തന്നെ സമ്മതിക്കുന്നതിലൂടെയും ദല്ലാളിന്റെ മൊബൈൽ ഫോൺ നമ്പർ പോലും ബ്ലോക്ക് ചെയ്യണമെന്ന് EP-യിലൂടെ ആവശ്യപ്പെടുന്നതിലൂടെയും ഈ ദല്ലാൾ ബന്ധം അരക്കെട്ട് ഉറപ്പിക്കുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ദല്ലാളുമായി ചേർന്ന് എന്തെല്ലാം കാര്യങ്ങൾ EP ഇവിടെ നടത്തിയിട്ടുണ്ടാവും, എന്തെല്ലാം വഴിവിട്ട സഹായങ്ങൾ ഈ ദല്ലാളിന് നൽകിയിട്ടുണ്ടാവും. മന്ത്രിയായിട്ടുള്ളയാളാണല്ലോ EP ജയരാജൻ. അപ്പോൾ ഇത് ചില്ലറ കാര്യമല്ല. നിങ്ങൾ പറയുന്നത് പോലെ ഒരു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെളുപ്പിച്ചെടുക്കാവുന്ന ഒന്നല്ല EP-യും ദല്ലാളുമായിട്ടുള്ള ബന്ധം. ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്. ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ. ആദ്യമേ നമ്മൾ നോക്കേണ്ടുന്നത് ഏതൊക്കെ വ്യക്തികളാണ്, ആർക്കൊക്കെ എതിരെയാണ്, ഇതെങ്ങനെയാണ് ഇതൊരു കോൺസ്പിറസി എന്ന് തന്നെ പറയാം. ഈ ഒരു കോൺസ്പിറസി എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ നമ്മൾക്ക് ഈ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ കോൺസ്പിറസിയിലേക്ക് പോകുന്നതിന് മുമ്പിലേ തന്നെ EP ജയരാജൻ സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെയും KSYF-ലൂടെയും പിന്നീട് പാർട്ടിയിലൂടെയൊക്കെ വളർന്നു വന്ന സമുന്നതനായ ഒരു നേതാവാണ്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ CPM-നെ സംബന്ധിച്ചിടത്തോളം. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം LDF-ന്റെ കൺവീനറാണ്. LDF-ന്റെ കൺവീനർ എന്ന് പറയുമ്പോൾ LDF-നകത്ത് ഒരുപാട് പാർട്ടികളുണ്ട്. ആ പാർട്ടികളെല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും മറ്റാളുകളുമായിട്ടുള്ള ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരു വളരെ വിപുലമായ പാർട്ടി സെക്രട്ടറിയെ പോലെ വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള റോളല്ല, കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള റോളാണ് LDF കൺവീനർക്കുള്ളത്. സാധാരണഗതിയിൽ എല്ലാ LDF കൺവീനർമാരും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതിന്റെ ഒരു വിധി വൈപര്യം എന്ന് പറയട്ടെ, ആരെല്ലാം LDF അല്ലെങ്കിൽ UDF-ന്റെ കൺവീനർമാരെ എടുത്ത് നോക്കിയാൽ തന്നെ ഈ മുന്നണി സംവിധാനത്തിൽ കൺവീനറായിട്ടുള്ള ആളുകൾക്കെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പല ഘട്ടങ്ങളിലും ആരോപണങ്ങൾ ഒരുപാട് ഇത് വരും, അവർക്ക് നേരെ വരാൻ സ്വാഭാവികമാണ്. കാര്യം അവരുടെ ഈ വൈഡ് റേഞ്ച് ഓഫ് കണക്ഷൻസ് ആണ്, അവരുടെ അപ്രോച്ചബിലിറ്റി ആണ്. അത്രയൊന്നും അപ്രോച്ചബിലിറ്റി ഒരു പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടാവില്ല. അങ്ങനെയൊന്നും അല്ല ശ്രീ ഡോക്ടർ B ജയരാജ്. അങ്ങനെ ഈ LDF കൺവീനർ ആയതുകൊണ്ട് അവർക്ക് വൈഡ് ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ട്, അതുകൊണ്ട് ഏത് സമയത്തും ആരോപണത്തിന് വിധേയമാകാം എന്നൊന്നുമല്ല. ഇവിടെ LDF കൺവീനറായ EP ജയരാജൻ എന്ന് പറയുന്നത് CPM-ന്റെ അംഗമാണ്, CPM-ന്റെ സമുന്നത നേതാവാണ്. സമ്മതിച്ചല്ലോ, താങ്കൾ പറഞ്ഞല്ലോ സമുന്നത നേതാവാണെന്ന്. അങ്ങനെ ഈ സമുന്നത നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ഘടനയും പാർട്ടിയുടെ തത്വങ്ങളും അനുസരിച്ച് ആർക്കും ഒരു വിടുതൽ നൽകിയിട്ടില്ല. പാർട്ടി എന്താണ് പറയുന്നത് അത് എല്ലാവർക്കും ബാധകമാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? കളങ്കിതരുമായിട്ട് പാർട്ടി അംഗങ്ങൾ മാത്രമല്ല, പാർട്ടി അംഗങ്ങളുടെ ബന്ധുക്കൾ പോലും, കുടുംബം പോലും ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് ജാഗ്രത കുറവ്, അതുണ്ടാകാൻ പാടില്ല എന്നാണ്. അപ്പോൾ സമുന്നതനായ നേതാവിനാണ് ഇങ്ങനെയൊരു ജാഗ്രത കുറവ് ഉണ്ടായതെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം. പാർട്ടിയിലെ മറ്റു താഴേക്കിടയിലുള്ള അംഗങ്ങൾക്കുള്ള ഉണ്ടാവുന്ന പോലെ അല്ല ഈ ജാഗ്രത കുറവ്. ആ ഒരു സന്ദേശമാണ് CPM നൽകേണ്ടത്. എന്നിട്ട് എന്തുകൊണ്ട് EP ജയരാജനെ പ്രൊട്ടക്ട് ചെയ്യുന്നു? ഇങ്ങനെ ഒരു കളങ്കിതനായ വ്യക്തിയുമായിട്ട്. കളങ്കിതനാണ് ദല്ലാൽ നന്ദകുമാർ എന്ന കാര്യത്തിൽ പാർട്ടിക്ക് സംശയമില്ലല്ലോ. മുഖ്യമന്ത്രി തന്നെ ഉപമിച്ചത് പാപി എന്നാണല്ലോ. അപ്പോൾ കളങ്കിതനാണ് ദല്ലാൽ നന്ദകുമാർ പാർട്ടിയുടെ കണ്ണിൽ. അങ്ങനെയെങ്കിൽ ഈ പാപിയുമായിട്ട് ബന്ധം പുലർത്തിയ LDF കൺവീനർ എന്ന ആ ഒരു സൗമനസ്യം കാട്ടിക്കൊണ്ട് EP-ക്ക് എങ്ങനെ വിടുതൽ നൽകാൻ കഴിയും? അങ്ങനെ സംഭവിച്ചുകൂടാ. അങ്ങനെയല്ല പാർട്ടി ചെയ്യേണ്ടിയിരുന്നത്. സാധാരണഗതിയിൽ ഈ പാർട്ടി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പാർട്ടിക്കാർ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അത് പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന രീതിയിൽ തീരുമാനിക്കണം. പാർട്ടി സംഘടനയിൽ പാർട്ടി എന്താ നടപടി എടുക്കണമെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റും പാർട്ടി പോളിറ്റ് ബ്യൂറോ ഒക്കെ തീരുമാനിക്കുന്ന കാര്യമാണ്. എനിക്കോ നിങ്ങൾക്കോ അതിനകത്ത് അഭിപ്രായം പറയാമെന്നല്ലാതെ നമുക്ക് താങ്കൾ പറഞ്ഞു ശരിയാണ്. അത് EP ജയരാജന്റെ ഘടകത്തിലാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു ജാഗ്രത കുറവിന്റെ കാര്യം പോലും ഇന്നലെ MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ നൽകിയില്ല. അതാണ് തെറ്റായ സന്ദേശം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും EP-യെ പിന്തുണയ്ക്കുകയായിരുന്നു. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ തന്നെ ഇതിനകത്ത് ഒരു കോൺസ്പിറസി മണക്കുന്നുണ്ട്. എവിടെ നിന്നാണ്? ആദ്യമേ സ്വപ്ന സുരേഷിനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട്, അപ്പൊ സ്വപ്ന സുരേഷിനെ ഇലക്ഷൻ ഇറക്കി കഴിഞ്ഞാൽ അത് വിൽക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നന്ദകുമാർ നേരത്തെ തന്നെ കുറെ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അതിനകത്ത് BJP-യുടെ നേതാവായിട്ടുള്ള ശോഭ സുരേന്ദ്രനെതിരെ ഒരു വസ്തു ഇടപാടായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ആരോപണം കൊണ്ടുവന്നു. അതിനുശേഷം പിന്നീട് ശോഭ സുരേന്ദ്രനെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. പിന്നീടാണ് ഈ പ്രകാശ് ജാവേദ്കറിനെ കണ്ട ഒരു വിഷയം, EP-യുടെ വീട്ടിൽ വെച്ച് കണ്ട ഒരു വിഷയം ഉന്നയിക്കുന്നത്. പിന്നീട് ശോഭ സുരേന്ദ്രനും K സുധാകരനോട് ചേർന്നിട്ട് ഒരേ പാർട്ടിയിൽ സംസാരിക്കാൻ തുടങ്ങുകയും K സുധാകരൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ശോഭ സുരേന്ദ്രൻ പറയാൻ തുടങ്ങിയതും ഇത് മുഴുവൻ ഈ കുന്തമന മുഴുവൻ EP അല്ല ഇവിടെ എയിം എന്ന് പറയുന്നത് CM ആണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. EP അല്ല ഉന്നം വയ്ക്കുന്നതെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഇത് എങ്ങനെയാണെന്ന് വെച്ചാലും എന്ത് കുറ്റം വന്നാലും ഇത് കൊണ്ടുവന്ന് എത്തേണ്ടുന്നത് ചീഫ് മിനിസ്റ്ററുടെ പേരിലാണ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ തലയിലാണെന്നുള്ള കാര്യം
എല്ലാ പാർട്ടി ഇത് ആരും തലയിൽ വെച്ച് കൊടുക്കുന്നതല്ല ഡോക്ടർ ബി ജയരാജ്. ഇത് ആരും പോയി പിണറായി വിജയന്റെ തലയിൽ വെച്ച് കൊടുക്കുന്ന ഒന്നല്ല. ഈ ദല്ലാൾ എന്ന് പറയുന്നത് ഇവർക്കൊക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ അനഭിമതനായി മാറി എന്നേ ഉള്ളൂ. ഇ പി ജയരാജന് ഒരിക്കലും ദല്ലാൽ നന്ദകുമാർ അനഭിമതനല്ല, അങ്ങനെ ആവുകയും ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. ദല്ലാൽ തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവസാനം BS മായി തെറ്റി. അപ്പോൾ ഈ ദല്ലാൽ എന്ന് പറയുന്ന അധികാരത്തിന്റെ ഇടനാഴിയിൽ ആരൊക്കെ അധികാരത്തിലുണ്ടോ അവർക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ്. ആരിൽ നിന്ന് വേണമെങ്കിലും സഹായം സ്വീകരിക്കുകയും സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നയാളാണ് എന്നൊക്കെ കൃത്യമായിട്ട് ബോധ്യമുള്ള ആളുകളാണല്ലോ ഈ ദല്ലാളുമായി ബന്ധപ്പെട്ടത്. അത് CPM-നെ പറ്റി ആലോചിക്കാൻ പോലും പറ്റുകയില്ല. പലതരത്തിലുള്ള ഇന്നിപ്പോ നന്ദകുമാർ ആയിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ധീരേന്ദ്ര ബ്രഹ്മചാരിയും ചന്ദ്രസ്വാമിയും അങ്ങനെ ഒട്ടനവധി സന്യാസിമാരായിരുന്നു കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത്. ഡോക്ടർ ബി ജയരാജ് കോൺഗ്രസ് ആണ്, ഇത് CPM ആണ്. CPM പാർട്ടി പ്ലീനത്തിലെടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് താങ്കൾക്ക് അറിയാമല്ലോ. താങ്കൾ CPM സഹയാത്രികനാണല്ലോ. അത് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണോ CPM? ഇത്തരത്തിലുള്ള അവതാരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണോ CPM? CPM അതിനകത്ത് എക്സെപ്ഷൻ ഒന്നുമല്ല. കാര്യം ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള പരാന്നഭോജികൾ എല്ലാ അധികാര സ്ഥാനങ്ങളെയും ചുറ്റിപ്പറ്റി നടക്കും. അതിനകത്ത് വയബിൾ ആയിട്ട് അതിനകത്ത് വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ അവര് എയിം ചെയ്യും, അവര് ബെയിറ്റ് ഇട്ട് കൊടുക്കും, അവരെ അതിനകത്ത് കൊത്തും. അങ്ങനെയുള്ളവരെ ട്രാപ്പ് ചെയ്യുകയും അവരെ പിന്നീട് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുകയും അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ വർഷാവർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇ പി ജയരാജനെ പോലെയുള്ള ഒരാളിനെ അങ്ങനെയാണ് ഈ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം. അപ്പൊ നന്ദകുമാർ പറഞ്ഞത് വേറെ, ഇപ്പോൾ പറയുന്നത് വേറെ പല കാര്യങ്ങളുമാണ് നന്ദകുമാർ പറയുന്നത്. ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമല്ല ഇപ്പോൾ പറയുന്നത്, നാളെ പറയുന്ന മറ്റെന്തെങ്കിലും ആയിരിക്കും. നന്ദകുമാറിനെ പോലുള്ള ഷേഡി ക്യാരക്ടേഴ്സിന്റെ വാക്കുകളെ നമ്മൾ എത്ര ശതമാനം മുഖവിലേക്ക് എടുക്കാമെന്നുള്ളത് മാധ്യമങ്ങൾ ആദ്യം പരിശോധിക്കണം. ശരി, നന്ദകുമാറിന്റെ വാക്കുകൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടല്ല, നന്ദകുമാറിന്റെ വാക്കുകൾ പൂർണ്ണമായിട്ട് മുഖവിലേക്ക് എടുത്തുകൊണ്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ ഈ ഷേഡി ക്യാരക്ടറുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുള്ള നേതാവാണ് ഇ പി ജയരാജൻ എന്ന് പാർട്ടി തന്നെ പറയുമ്പോൾ അത് ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ നന്ദകുമാറിന്റെ ചെയ്തികൾക്ക് ഇ പി ജയരാജനും വളം വെച്ച് കൊടുക്കുകയായിരുന്നു, കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കും. അതിൽ തെറ്റ് പറഞ്ഞിട്ട് കാര്യമല്ല. താങ്കൾ പാർട്ടിയുടെ നിലപാട് തന്നെ തള്ളിപ്പറയുകയാണ്. പാർട്ടിയുടെ നിലപാട് തന്നെ താങ്കൾ തള്ളിപ്പറയുകയാണ്. ഒരുപാട് രീതിയിലുള്ള കഥകൾ മെനയാം. അല്ല, പാർട്ടിയുടെ നിലപാട് തന്നെ പറയുകയാണ്. കളങ്കിതരുമായിട്ട് സാമീപ്യം പോലും പാടില്ല എന്നുള്ള പാർട്ടിയുടെ നിലപാട് തന്നെ താങ്കൾ തള്ളിപ്പറയുകയാണ്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇത് LDF കൺവീനർ എന്ന നിലയിൽ ഇ പി ജയരാജന് പലരുമായിട്ടും സമ്പർക്കം പുലർത്തേണ്ടി വരും. അതിലൊന്നായിട്ട് കണ്ടാൽ മതി. അത് മാത്രമല്ല, അങ്ങനെ ഇ വിറ്റ് കാശാക്കുന്ന കൂട്ടത്തിലുള്ളയാളാണ്. മനുഷ്യരെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ LDF കൺവീനർ എന്ന് പറഞ്ഞ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനുമല്ല ഡോക്ടർ ബി ജയരാജ്. കാരണം അധികാരത്തിൽ നിന്ന് ആസ്വദിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ദല്ലാളിന് തീരെഴുതി കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ഇ പി ജയരാജന് LDF കൺവീനർ സ്ഥാനത്ത് വിരാജിക്കാൻ പറ്റില്ല. ശരി, പഴയ രീതിയിലാണ് പോകുന്നതെങ്കിൽ അത് അന്നേരം പാർട്ടി എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ നടപടിയെടുക്കും. ശരി, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, അങ്ങനെ പാർട്ടി അങ്ങനെ നടപടി എടുത്താൽ മതിയോ? വില കൊടുത്തും ഇവിടെ BJP ക്യാൻഡിഡേറ്റിനെ ജയിപ്പിച്ചെടുക്കാനായിട്ട് അതിന് ചില ഓഫറുകൾ വെക്കുകയാണ്. സുപ്രീം കോടതിയിൽ കിടക്കുന്ന ഒരു കേസ് ഒഴിവാക്കി തരാമെന്നും അല്ലെങ്കിൽ മറ്റു ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്ന കാര്യങ്ങളാണോ? എന്റെ പൊന്നു ഡോക്ടർ ബി ജയരാജ് എന്താണ് സംസാരിക്കാൻ വരുന്നതെന്നും ഗവർണർ ആക്കാമെന്നും വേറെ ആൾക്ക് വേറെ പണം സമ്പാദിച്ചു കൊടുക്കാമെന്നും ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഓഫറുകൾ പല ആളുകളുടെ മുന്നിൽ ഇത്തരം ആളുകൾ കൊണ്ടുവന്ന് വെക്കും. ഇതിനകത്ത് ഒരു സർപ്രൈസ് ഉണ്ട്, ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ജാവേദ്കർ. ഇപ്പൊ ജാവേദ്കറിന് ഈ ദല്ലാൽ നന്ദകുമാറിന്റെ ഒന്നും ആവശ്യമില്ല. കേന്ദ്രമന്ത്രിയാണ്, BJPയുടെ ചാർജുള്ള ആളാണ്, ഡയറക്റ്റ് മീറ്റ് ചെയ്യാവുന്നതാണ്. ആർക്കും ഒരു പ്രശ്നമില്ല അതിനകത്തൊന്നും. എന്തുകൊണ്ടാണ് AK സെന്ററിന് നേരെ ഓപ്പോസിറ്റുള്ള ചിന്താ ഫ്ലാറ്റ് ഒഴിവാക്കിയത്? എന്തുകൊണ്ടാണ് ചിന്താ ഫ്ലാറ്റ് ഒഴിവാക്കി ആക്കുളത്തുള്ള EP യുടെ മകന്റെ ഫ്ലാറ്റിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് അവിടെ കയറുവാനുള്ള ആക്സസ് ഫ്രീ ആക്കി ഇട്ട് കൊടുത്തത്? എന്തുകൊണ്ടാണ് ഗൺമാനെ അവിടെ നിന്ന് മാറ്റിയത്? ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ഉത്തരവുമില്ല. ഡോക്ടർ ബി ജയരാജ്, ശ്രീ വസന്ത് തെങ്ങുംപള്ളി താങ്കൾക്ക് പറയാം. ഡോക്ടർ ബി ജയരാജ്, ശ്രീ വസന്ത് തെങ്ങുംപള്ളി താങ്കൾക്ക് പറയാം. അല്ലെങ്കിൽ അവിടെ ചർച്ച നടത്തിയോ അതിനകത്ത് എന്തെങ്കിലും ഡീൽ ഉറപ്പിക്കലോ അങ്ങനെയൊക്കെ നമുക്ക് സ്വപ്നം കാണാം. അങ്ങനെയൊക്കെ കഥകൾ ഉണ്ടാക്കാമെന്നുള്ളതല്ലാതെ എന്തായാലും EP പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിയിലുള്ള മുഴുവൻ അംഗങ്ങൾക്കും വ്യക്തമായി. EP-ക്ക് അവസരം കിട്ടിയപ്പോൾ EP-ക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ലീൻ ചീറ്റ് കൊടുത്ത് EP വെളിയിൽ ഇറങ്ങി വന്നതും
അല്ലാതെ EPയെ സംരക്ഷിക്കുന്നതിന്റെ വിഷയമൊന്നും ഇവിടെ വരുന്നില്ല. ഇങ്ങനെ അലക്ക് നിർത്ത് പ്ലീസ്. ശ്രീ ജയരാജ്, എന്റെ സമയമാണ്. അങ്ങ് ഇങ്ങനെ അലക്കിക്കൊണ്ടിരുന്നാൽ ചിലപ്പോ EP അലക്കി തുണിയില്ലാതാവുന്ന പോലെ EP ഇല്ലെന്നായി പോകും. ഇങ്ങനെ വൈറ്റ് വാഷ് അടിക്കാതെ അവിടെ നിൽക്കട്ടെ. അങ്ങ് പറഞ്ഞ 2-3 കാര്യങ്ങൾക്ക് ഉത്തരമുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് അണ്ടിയോട് അടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയൂ. 2004 തൊട്ട് ഈ പറയുന്ന ദല്ലാൽ നന്ദകുമാർ നിങ്ങളുടെ പാർട്ടിയുടെ അധികാര കോണുകളിലെല്ലാം ഉണ്ട്. സഹാവ് VS അച്യുതാനന്ദന്റെ ഭരണം തൊട്ട് അദ്ദേഹത്തിന്റെ മകൻ അരുൺകുമാർ വഴി പിന്നീട് പിണറായി ക്യാമ്പിലേക്ക് പോകുകയും ഈ പറയുന്ന വിഴിഞ്ഞം കരാറുണ്ടാകുന്ന സമയത്ത് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അകത്തളകളിൽ ദല്ലാൽ നന്ദകുമാറെ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 20 വർഷമായിട്ട് നിങ്ങൾക്ക് ഈ മാങ്ങാണ്ടിയുടെ പുളി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുന്നത് നാക്കിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. ഉടൻ തന്നെ ഏതെങ്കിലും ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. നോക്കൂ, 2004 മുതൽ എന്ന് ഞാൻ പറയുമ്പോൾ സഹാവ് VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് വിവിധ അഭിപ്രായ ഭിന്നതകൾ പാർട്ടിക്കുള്ളിൽ ഉടലെടുത്ത സമയത്ത് നിങ്ങളുടെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിനിടയ്ക്ക് അന്ന് ഈ സത്യാനന്തര കാലത്തെ പ്രവാചകൻ ഉണ്ടല്ലോ നിങ്ങളുടെ എന്താണ് സഹാവ് എം സ്വരാജ് എന്താണ് VSനെ പറ്റി പറഞ്ഞത്? ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇത് എത്ര തവണ അയാൾ തിരിച്ചു പറഞ്ഞു തന്നെയാണ്, വീണ്ടും ആവർത്തിക്കാതിരിക്കും. എത്ര തവണ അയാൾ പൊതുസമൂഹത്തിൽ വന്ന് പറഞ്ഞതാണ്, വീണ്ടും പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കള്ളത്തരമാണ് ഈ പറയുന്നത്? അങ്ങനെ എവിടെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? എന്തെങ്കിലും രേഖയുണ്ടോ? വസന്ത് അതും കൊണ്ടുപോവാ. എന്നിട്ടിരുന്നത് സ്വരാജ് തന്നെ പൊതുമണ്ഡലത്തിൽ നിന്നും 3-4 പ്രാവശ്യം വെല്ലുവിളിച്ചതാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന്. പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? എന്തെങ്കിലും ബേസ് ഉള്ള കാര്യങ്ങൾ, ബേസ്ലെസ് ആർഗ്യുമെന്റ്സ് നടത്തും. ജയരാജ് അരമണിക്കൂർ ഇവിടെ പ്രസംഗം നടത്തിയപ്പോ മിണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഇനി ജയരാജ് ഇടപെടാനാണ് തീരുമാനമെങ്കിൽ ഈ ചർച്ചയിൽ ജയരാജ് മിണ്ടില്ല. അതുപോലെ ഞാൻ ഇടപെട്ട് കളയും. കേട്ടല്ലോ. രണ്ടാമത് നിങ്ങൾ എം സ്വരാജിന്റെ സ്റ്റേറ്റ്മെന്റ് പിന്തള്ളി എന്ന് തന്നെ ഇരിക്കട്ടെ. പിന്നെ എന്തിനാണ് നിങ്ങളുടെ ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് രാത്രി 2 മണിക്ക് സഹാവ് VS സമ്മേളന വേദി വിട്ട് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി പുറപ്പെട്ട് തന്റെ വീട്ടിലേക്ക് പോയത്? എന്തുകൊണ്ടാണ് അന്ന് ആം ആദ്മി പാർട്ടിയുടെ അന്നത്തെ നേതാവ് ശ്രീ നീലകണ്ഠൻ അടക്കമുള്ളവർ, ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ VSനെ വിളിച്ചത്? എന്തുകൊണ്ടാണ് അന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ മുഴുവൻ VS ആം ആദ്മി പാർട്ടിയിലേക്ക് പോകുന്നു എന്ന വാർത്ത ഉണ്ടായത്? ന്യൂസ് 18ന്റെ ആർക്കൈവ്സിൽ കാണും. അതെല്ലാം പുകപടലങ്ങളായിരുന്നു. VS തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? അപ്പോ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞത് ചിന്താ ജെറോമും ഈ പറയുന്ന നിങ്ങളുടെ സ്വരാജും കൂടിയാ. അതിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള വാക്ക് വിട്ടുകളഞ്ഞേക്ക്. നിങ്ങൾ അരുൺകുമാർ എന്ന് പറയുന്ന VSന്റെ മകന്റെ പേരിൽ ആ മനുഷ്യനെ വേട്ടയാടാൻ നേതൃത്വം കൊടുത്തത് പിണറായി ക്യാമ്പല്ലേ, പിണറായി ടീമല്ലേ? അന്ന് പിണറായിയുടെ തേര് തെളിച്ചത് EP ജയരാജനല്ലേ? സംശയമുണ്ടോ? കാലം നിങ്ങൾക്ക് നേരെ ഈ കൂരമ്പുമായി തിരിഞ്ഞു വന്ന് നിൽക്കുമ്പോ നിങ്ങൾ അതിന് നേരെ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമുണ്ടോ? VS ഇന്ന് ശരശയ്യയിലാണെങ്കിലും ഇത് കണ്ട അദ്ദേഹം സമാധാനത്തോടു കൂടി മയക്കത്തിലേക്ക് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണോ VS അച്യുതാനന്ദനെ വേട്ടയാടിയത്, നിങ്ങളുടെ പാർട്ടി എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ മകനെ ഉപയോഗിച്ച് ആ പാർട്ടിയെ ആ മനുഷ്യന്റെ കുടുംബത്തെ വേട്ടയാടിയത്, ഇന്ന് അതേ കാലം പിണറായി വിജയനെയും പിണറായി ക്യാമ്പിനെയും VP ജയരാജനെയും അന്ന് പിണറായിക്കൊപ്പം കൂടെ നിന്ന സകലരെയും അദ്ദേഹത്തിന്റെ മകളുടെ അടക്കം പേരിൽ വേട്ടയാടുന്നു. കണ്ടു നിൽക്കുന്ന കൈകെട്ടി കണ്ടു നിൽക്കാനേ നിങ്ങൾക്ക് വിധിയുള്ളൂ. നാണമാവുന്നില്ലേ? 2004 തൊട്ട് 20 വർഷമായി നിങ്ങളുടെ പാർട്ടിക്ക് ശരി വസന്ത് കാര്യത്തിലേക്ക് വരൂ. അല്ലല്ല CPM പറയുന്നത് ദല്ലാലിനെ കണ്ടിട്ടുണ്ട് EP, പക്ഷേ രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ടില്ല എന്നാണ്. തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അല്ലല്ല, പിന്നെ എന്തിനാണ് ഇന്ന് ജയരാജിനേക്കാൾ ആർജവത്തോടുകൂടി വേറെ ഏത് ഇടതു പ്രതിനിധിയെക്കാളും ആവേശത്തോടുകൂടി EP സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടി ദല്ലാൽ നന്ദകുമാർ ഇറങ്ങി പുറപ്പെടുന്നത്? EP ജയരാജൻ പറയണ്ടേ ദല്ലാൽ നന്ദകുമാർ പറയുന്ന മുഴുവൻ തെറ്റാണ്? ദല്ലാൽ നന്ദകുമാറുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ദല്ലാൽ എന്റെ അഡ്വക്കേറ്റ് ആവേണ്ട കാര്യമില്ല, ഞാൻ അയാൾക്ക് വക്കാലത്ത് കൊടുത്തിട്ടില്ല എന്ന് EP ജയരാജൻ പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. EP ഒരു വാക്കും ദല്ലാലിനെതിരെ പറയില്ല. EP ഒന്ന് പറയും, എന്നിട്ട് ഉടൻ തന്നെ അദ്ദേഹം ദല്ലാൽ എന്നുള്ള പേരങ്ങ് മാറ്റും. എന്നിട്ട് അദ്ദേഹം മറ്റു കാര്യങ്ങൾ പറയും. മാധ്യമങ്ങളോട് അദ്ദേഹം പറയും നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കും. ശോഭയെ കുറെ കുറ്റം പറയും, K സുധാകരനെ കുറെ കുറ്റം പറയും. ഇത്രയേ EP പറയുകയുള്ളൂ. ദല്ലാളിനെ കുറിച്ച് പറയാൻ EP ജയരാജന്റെ നാവ് പൊങ്ങില്ല. അത് ദല്ലാളിന് പറയാം. അതാണ് ദല്ലാൾ എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. എത്ര എടുത്തു മാറ്റിയാലും ആര് വിചാരിച്ചാലും EPക്ക് ഞാനുമായുള്ള ബന്ധം ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന്. തൽക്കാലം മൊബൈൽ ഫോണിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കാം ദല്ലാളിനെ. ദല്ലാൾ ഇന്ന് ആത്മവിശ്വാസത്തോട് പറയുന്ന കാര്യമാണ്. ഒരു ദല്ലാൾ വന്നിരുന്ന് വെല്ലുവിളിക്കുകയാണ്. ആരെയാണ്? CPMനെ. അല്ല ശ്രീ മഞ്ജുഷ്, ദല്ലാൽ നന്ദകുമാർ വളരെ കൃത്യമായി ഇന്ന് പറഞ്ഞല്ലോ. പടച്ചവൻ, പാർട്ടിയല്ല പടച്ചവൻ പറഞ്ഞാലും എന്നെ ബ്ലോക്ക് ചെയ്യാനോ എന്നിൽ നിന്ന് മാറി നിൽക്കാനോ EPക്ക് പറ്റില്ല. ആ പടച്ചവൻ ആരാണെന്നറിയാമോ?
CPM-ന്റെ പടച്ചവൻ അത് പി തന്നെയാണ്. ആ പിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. പിണറായി വിജയൻ പറഞ്ഞാൽ പോലും എന്നിൽ നിന്ന് അകന്നു നിൽക്കാൻ EP ജയരാജന് പറ്റില്ല എന്ന് ദല്ലാൽ നന്ദകുമാർ വെല്ലുവിളിക്കുമ്പോൾ ആത്മാഭിമാനത്തിന്റെ തരി രക്തത്തിലുണ്ടെങ്കിൽ ഒന്ന് വന്ന് പറയണ്ടേ? ഇത്രയും ദിവസമായി EP ജയരാജൻ പറയാണ് ഞാൻ കേസ് കൊടുക്കും. എത്ര ദിവസമായി? ഇതുവരെ ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുത്തോ? കെ സുധാകരനെതിരെ കേസ് കൊടുത്തോ? ഈ ചാനൽ ചർച്ചകളിൽ മുഴുവൻ EP ജയരാജനെ വലിഞ്ഞു മുറുകി ഉരിഞ്ഞ് പുറത്തിടുന്ന ഏതെങ്കിലും ഒരു വക്താവിനെതിരെങ്കിലും നിങ്ങൾ 504 പ്രകാരം കേസ് കൊടുക്കണ്ടേ? കേസ് കൊടുക്കാൻ പറ്റില്ലെന്നേ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. 20 വർഷത്തെ ബന്ധമാണ് ദല്ലാൽ നന്ദകുമാറുമായി. ഐ എം വെരി പ്രിസൈസ് ഓൺ ദാറ്റ്. 20 വർഷത്തെ ബന്ധമാണ് ദല്ലാൽ നന്ദകുമാറുമായി EP ജയരാജനുള്ളത്. അത് VS അച്യുതാനന്ദനെ വെട്ടാൻ വേണ്ടി അന്നത്തെ പിണറായി ക്യാമ്പ് വളർത്തിക്കൊണ്ടുവന്ന ബന്ധമാണ്. അന്ന് തൊട്ട് ഇങ്ങോട്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ, BJP നേതാക്കൾക്കെതിരെ, പ്രതിപക്ഷത്തുള്ള വിവിധ നേതാക്കൾക്കെതിരെ എടുത്തുപയോഗിക്കാൻ വേണ്ടി ദല്ലാൽ നന്ദകുമാരെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. ദല്ലാൽ നന്ദകുമാർ എല്ലാ കാലത്തും CPM-ന്റെ മൈക്രോഫോൺ ആയിരുന്നു. എന്താ സംശയം? ഒരു കാലത്ത് അത് പിണറായിയുടെ മൈക്രോഫോൺ ആയിരുന്നു. പിണറായി പറയാണ് പാപിയുമായി കൂട്ടുചേർന്നാൽ ശിവനും പാപിയാവും. ഒരു ശിവനെ നമുക്കറിയാമല്ലോ, ശിവശങ്കരൻ. പിണറായി എന്ന പാപിയുമായി കൂട്ടുകൂടി അവസാനം ഒടുക്കം ജയിലിൽ പോകേണ്ടി വന്ന ശിവശങ്കരൻ. ഒടുക്കം പിണറായിക്ക് വേണ്ടിയാണ് ഇറക്കി പുറപ്പെട്ടിരിക്കുന്നത് EP ജയരാജൻ. ഈ എന്താണ് പറയുന്നത്, EP ജയരാജനെതിരെ നടപടിയെടുത്താൽ സ്വാഭാവികമായും എല്ലാ കാലത്തും പവർ ബ്രോക്കറായി നിലകൊണ്ടിരുന്ന CPM-ന്റെ അധികാര ശ്രേണിയിൽ എല്ലാ കാലത്തും പവർ ബ്രോക്കറിന്റെ റോളാണ് ആർക്കുള്ളത്? EP ജയരാജനുള്ളത്. അപ്പൊ ഇത്രയും കാലം ചെയ്ത പണി മുഴുവൻ EP വിളിച്ചു പറയുമെന്ന ബോധ്യം പിണറായിക്കും പിണറായി ക്യാമ്പിനുമുണ്ട്. അതുകൊണ്ടാണ് അവർ നടപടിയെടുക്കാത്തത്. നോക്കൂ, EP ജയരാജൻ എന്തെങ്കിലും ഒരു MLA ആയി പ്രഗത്ഭനായ ആളാണോ? MP ആയി പ്രഗത്ഭമതിയായ വ്യക്തിയാണോ? മന്ത്രിയായി പേരെടുത്ത ആളാണോ? അല്ല. EP ജയരാജൻ ചാക്കി രാധാകൃഷ്ണന്റെ വിഷയമുണ്ടാകുമ്പോൾ പാർട്ടിയെ രക്ഷിപ്പിക്കാൻ വേണ്ടി പണവുമായി എത്തിയ ആളാണ്. EP ജയരാജൻ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അന്നും ഒരു ബ്രോക്കറിംഗ് സ്ഥാനത്ത് ഇറങ്ങി പുറപ്പെട്ട ആളാണ്. സാന്റിയാഗോ മാർട്ടിന്റെ വിഷയം ഉണ്ടാകുമ്പോൾ പാർട്ടിയെ സംരക്ഷിക്കാൻ പണവുമായി അത് സെറ്റിൽ ചെയ്യാൻ 2 കോടി രൂപ സെറ്റിൽ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട അന്ന് മുന്നിൽ നിൽക്കുന്നത് EP ജയരാജനാണ്. അതായത് CPM എന്നൊക്കെ പ്രശ്നങ്ങളിൽ, സാമ്പത്തികമായ പ്രതിസന്ധികളിൽ എത്തപ്പെട്ടിട്ടുണ്ടോ അന്നൊക്കെ ഒരു പവർ ബ്രോക്കറിന്റെ വേഷം ഇട്ടുകൊണ്ട് ആ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിന്ന ആളാണ് ആര്? EP ജയരാജൻ. അധികാരത്തിന്റെ ബന്ധമാണെങ്കിൽ അത് ഒരുപക്ഷെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. പക്ഷെ പണത്തിന്റെ ബന്ധമാണ് EP-യും പിണറായിയും തമ്മിലുള്ളത്. ശരി, ഞാൻ ഇടപെടുകയാണ് ശ്രീ വസന്ത്. ശ്രീ പണിക്കർ, ഇക്കാര്യം ഇപ്പോൾ EP ജയരാജനെ നമ്മൾ കാടടച്ച് അദ്ദേഹത്തെ വിമർശിക്കുന്നതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ EP പറയുന്ന കാര്യങ്ങൾ ജാവ്ദേക്കർ വന്ന് കണ്ടു, അത് എൻ്റെ ഫ്ലാറ്റിലാണ്, മകൻ്റെ ഫ്ലാറ്റിലാണ് വന്ന് കണ്ടത്, അതിൽ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല എന്ന്. ദല്ലാൽ പറയുന്നു ഇങ്ങനെയൊരു സംസാരം നടന്നിട്ടുണ്ട്, അതിൽ രാഷ്ട്രീയമാണ് സംസാരിച്ചത്, പക്ഷേ അത് ജയരാജന് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന്. അതിൽ ഈ തൃശ്ശൂർ സീറ്റ് അത് കിട്ടുക എന്നുള്ളതായിരുന്നു BJP-യുടെ ലക്ഷ്യം. അതിന് CPM സഹായിക്കണം എന്നാവശ്യപ്പെട്ടു. പകരം അദ്ദേഹം ഈ ഐപാഡൊക്കെ എടുത്ത് കാണിച്ചിട്ട് അതിൽ ഓരോരോ ആളുകളുമായിട്ട് BJP ചർച്ച നടത്തുന്ന കാര്യം പറഞ്ഞു. ഈ വൈദേകം റിസോർട്ടിൻ്റെ കാര്യം, അതേക്കുറിച്ച് അദ്ദേഹത്തിന് ED അന്വേഷണത്തെ പറ്റി ഉള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അപ്പോൾ അത് നടത്തണമെങ്കിൽ അങ്ങ് നടത്തിക്കോട്ടെ എന്ന് EP ജയരാജൻ പറഞ്ഞു. ലാവ്ലിൻ കേസിൻ്റെ കാര്യം പറഞ്ഞു. ലാവ്ലിൻ കേസ് വേണമെങ്കിൽ ക്വാഷ് ചെയ്യിക്കാൻ പോലും CBI കേസിൽ നിന്ന് പിന്മാറും സുപ്രീം കോടതിയിൽ എന്നുവരെ പറഞ്ഞു. പക്ഷേ അതൊന്നും EP താല്പര്യം കാണിച്ചില്ല. ജാവ്ദേക്കർ പോയി, ഇത്രയേ ഉള്ളൂ എന്ന്. അപ്പോൾ ആ എപ്പിസോഡ് അങ്ങനെ. ശോഭാ സുരേന്ദ്രൻ പറയുന്ന പോലെ ഈ ജയരാജൻ BJP-യിലേക്ക് വരാൻ ശ്രമം നടത്തി. ആദ്യം 2 തവണ ചർച്ച നടത്തി. ഒന്ന് വെണ്ണലയിലെ വീട്ടിൽ, നന്ദകുമാറിൻ്റെ വീട്ടിൽ വെച്ച് ചർച്ച, പിന്നീട് ഡൽഹിയിൽ ഹോട്ടൽ ലളിതിൽ വെച്ചുള്ള ചർച്ച നടന്നുവെന്ന്. അതിലും ദല്ലാളിൻ്റെ വാക്കുകളാണ് വരുന്നത്. അങ്ങനെയൊരു ചർച്ചയിലേക്ക് വലിഞ്ഞു കയറി വന്നതാണ് ശോഭ. അല്ലാതെ ശോഭ ഒരിടത്തും ഒരു സാന്നിധ്യമായിരുന്നില്ല. അവിടെ ജയരാജൻ BJP-യിലേക്ക് പോകുവാനുള്ള ഒരു ചർച്ചയെ നടന്നിട്ടില്ല. മറിച്ച് ശോഭ CPM-ലേക്ക് പോകുവാനുള്ള ചർച്ചകൾ നടന്നിരുന്നു. ദല്ലാളിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ജയരാജൻ പറഞ്ഞതാണല്ലോ ശരി എന്ന രീതിയിലും ചിന്തിച്ചു പോകും. കാരണം മറ്റു തെളിവുകൾ ആരും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ലല്ലോ. ശ്രീ പണിക്കർ, ആ ആനുകൂല്യമാണോ പാർട്ടി ജയരാജന് നൽകിയത്? അല്ല ശ്രീ മഞ്ജുഷ്, ആ ഒരു ആനുകൂല്യം ഇവിടെ CPM-ന് ശ്രീ ജയരാജന് നൽകാൻ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം LDF-ന്റെ കൺവീനർക്ക് എന്തും ചെയ്യാം, മറ്റുള്ള ആൾക്കാർ അത് ചെയ്യാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു ഇരട്ട നീതി CPM-നുള്ളിൽ അവർ പ്രോത്സാഹിപ്പിക്കുമോ എന്നെനിക്ക് അറിയില്ല. അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നാളെ ഏതെങ്കിലും ഒരു CPM നേതാവ് ശ്രീ EP ജയരാജനേക്കാൾ താഴെയുള്ള ഏതെങ്കിലും ഘടകത്തിന്റെ, ഏതെങ്കിലും ജില്ലയുടെ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള ഏതെങ്കിലും ഒരു നേതാവിന് ശ്രീ ജാവ്ദേക്കറുമായിട്ട് സ്വതന്ത്രമായ കൂടിക്കാഴ്ച നടത്താമോ? അവിടെ നന്ദകുമാർ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ പാപിയായി മാറുകയുള്ളൂ. അല്ലാതെ ജാവ്ദേക്കറെ പോലെയുള്ള BJP-യുടെ സംഘടനാ ചുമതല മാത്രമുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗമല്ലാത്ത ഒരാളിനെ മറ്റാർക്കും കാണാമോ? പിണറായി വിജയൻ കണ്ടിട്ടുണ്ട്, പ്രശ്നമില്ല. EP ജയരാജൻ കണ്ടിട്ടുണ്ട്, പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നില്ല. എങ്കിൽ മറ്റുള്ളവർക്കും കാണാമോ? അതോ ഇരട്ട നീതി അവിടെ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെയാണെങ്കിൽ
CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണെങ്കിലും സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും പറയേണ്ടത് ആ കൂടിക്കാഴ്ചയിൽ പ്രശ്നമില്ല എന്ന് ആവർത്തിച്ച് പറയണം. മറ്റാർക്ക് വേണമെങ്കിലും അങ്ങനെ കാണാം, കാരണം രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതിലൊന്നും തെറ്റില്ല എന്ന് പറയണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർക്ക് നേരെ വീണ്ടും വലിയൊരു ആരോപണമായിട്ട് വരുന്നത് പ്രധാനമന്ത്രിയും ശ്രീ NK പ്രേമചന്ദ്രനും മറ്റുള്ള MP-മാരും കൂടിയുള്ള കൂടിക്കാഴ്ചയാവും. ഇനി രണ്ടാമത്തെ വിഷയം, താങ്കൾ ഇവിടെ ചോദിച്ചതുപോലെ എന്തു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്? ഈ ചർച്ച ചെയ്തിരിക്കുന്നത് ഒന്ന്, ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിനെ കുറിച്ചാണ് എന്ന് പറയുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ശ്രീ EP ജയരാജൻ ദേഷ്യപ്പെട്ടു എന്ന് ശ്രീ നന്ദകുമാർ പറയുന്നു. ഇനി രണ്ടാമതുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂർ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു പ്രകാശ് ജാവദേക്കറുടേത്. അതിനു വേണ്ടുന്ന രീതിയിലുള്ള എന്ത് സപ്പോർട്ടാണ് വേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട്. ഇനി അത് കൂടാതെ മൂന്നാമതൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവലിൻ വിഷയമാണ്, അതല്ലെങ്കിൽ ED-യുടെ അന്വേഷണമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു 3-4 വിഷയങ്ങളാണ് കാണുന്നത്. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ശ്രീ EP ജയരാജന് ഒരു തരത്തിലും പാർട്ടി ഒരു ആനുകൂല്യവും കൊടുക്കാതിരിക്കാൻ ഞാൻ കാണുന്ന കാരണം ഈ 3-4 വിഷയങ്ങളാണെങ്കിൽ ഈ 3-4 വിഷയങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളാണ്. ആ രാഷ്ട്രീയ വിഷയങ്ങളിലെല്ലാം വൈദേകം റിസോർട്ടിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ CPM അഭിപ്രായം പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെ CPM അഭിപ്രായം പറഞ്ഞിട്ടുള്ള, CPM-ന് കൂടി താല്പര്യമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രകാശ് ജാവദേക്കർ ഒരു അവസരമുണ്ടാക്കി ശ്രീ EP ജയരാജൻ എന്ന LDF കൺവീനറെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ശ്രീ EP ജയരാജൻ നിർബന്ധമായും പാർട്ടിയെ അറിയിച്ചിരിക്കണം. അങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല, അങ്ങനെ അറിയിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല എന്ന നിലയ്ക്ക് വരെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ CPM അവിടെ ഒരു 2 നീതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ EP ജയരാജന് മാത്രമായിട്ട് ഒരു പ്രത്യേക നീതി അവിടെ നടപ്പാക്കുന്നുണ്ടോ, ഈ വിഷയത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നതോ ശ്രീ MV ഗോവിന്ദൻ പരസ്യമായി പറയുന്നതോ ആയിട്ടുള്ള അഭിപ്രായമാണ് ശ്രീ പിണറായി വിജയൻ നമുക്ക് കരുതാൻ കഴിയുമോ? കാരണം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ജാഗ്രതാ കുറവായിട്ടും ഒരു വീഴ്ചയുമായിട്ടുമാണ് ശ്രീ പിണറായി വിജയൻ കരുതുന്നത്. കാരണം EP-യുടെ പ്രസ്താവന വരുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ അഡ്മിഷൻ വരുന്ന സമയത്ത് തന്നെ ശ്രീ പിണറായി വിജയൻ പറയുന്നത് എന്താണ്? പതിവായി ജാഗ്രത കുറവ് വരുത്തുന്നയാളാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പതിവുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തേത് എന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. അതിനോടൊപ്പം തന്നെയാണ് സമ്പർക്കം മൂലം പാപിയായ ആൾ എന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തിനെ പറ്റി പറയുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ കൊണ്ട് EP ജയരാജന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പാർട്ടിയുടെ നിലപാടുകൾക്ക് ചേർന്നതല്ല എന്ന് പരസ്യമായിട്ടുള്ള പ്രഖ്യാപനം അവിടെ ശ്രീ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ പാർട്ടി ആ വിഷയത്തിൽ നടപടിയെടുക്കുന്നില്ല. ഞാനിതിൽ കാണുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. മറ്റുള്ള പാർട്ടികളെ അപേക്ഷിച്ച്, അത് കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ഒരു പാർട്ടിയെ അപേക്ഷിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല പാർട്ടി പ്രസ്താവനകൾ, തിരുത്തൽ രേഖകൾ, പ്ലീനത്തിൽ ഇറക്കുന്ന കാര്യങ്ങൾ, ഇതിലെല്ലാം തന്നെ അവർ പറയുന്നത് നേതാക്കന്മാർ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളാണെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള ഉന്നത രാഷ്ട്രീയ ബോധവും പാർട്ടിയുടെ നിലപാടുമായി ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ ഇവരുടെ അഭിപ്രായമൊക്കെ പറയേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നത്. അങ്ങനെ നിഷ്കർഷയുള്ള സമയത്ത് ഇതിൽ എന്തുകൊണ്ടാണ് ശ്രീ EP ജയരാജൻ എന്ന് പറയുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ LDF-ന്റെ കൺവീനറുടെ മകനെ കാണാനായിട്ട് ജാവദേക്കർ ചെല്ലുന്നത് എന്നുള്ള ഒരു ചോദ്യമല്ലേ? അപ്പൊ നമ്മള് ഈ മാസപ്പടി വിഷയം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്ന ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. എന്ത് സേവനമാണ് അവിടെ മുഖ്യമന്ത്രിയുടെ മകൾ ഈ കമ്പനിക്ക് നൽകിയിരിക്കുന്നത്, CMR-ന് നൽകിയിരിക്കുന്നത്? അതേപോലെ തന്നെ ഇവിടെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന BJP-യുടെ കേന്ദ്ര നേതാവിന്, സംഘടനാ ചുമതലയുള്ള നേതാവിന് എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ശ്രീ EP ജയരാജന്റെ മകനുമായിട്ടുള്ളത്? അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വിളിച്ചതിന് ശേഷം അങ്ങോട്ട് ചെന്ന് കയറാനോ? പക്ഷെ അത് മാത്രമല്ല ശ്രീ ശ്രീജിത്ത് പണിക്കർ, അതിൽ അതീവ രഹസ്യമായിട്ട് കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. വേണമെങ്കിൽ AKG സെന്ററിന് നേരെ എതിർവശത്തുള്ള ഫ്ളാറ്റിൽ പോയി കാണാമായിരുന്നു. അതൊഴിവാക്കിയിട്ട് ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ പോയി കാണുന്നു. അവിടെ തന്നെ ഈ കയറുന്നതിന് വേണ്ടിയുള്ള തടസ്സമുണ്ട്, ആക്സസ് കിട്ടില്ല. അത് ആക്സസ് കിട്ടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം നേരത്തെ തന്നെ ചെയ്തു കൊടുക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതെല്ലാം ഈ ദല്ലാൽ പറയുന്നതാണ്, അല്ലെങ്കിൽ ദല്ലാലിനെ തള്ളി പറയണം EP ജയരാജൻ, അത് പറഞ്ഞിട്ടുമില്ല. ഗൺമാൻ പോലും ഉണ്ടായിരുന്നില്ല. ഈ ദല്ലാൽ തന്നെ പറയുന്നുണ്ട്, ഈ ഗൺമാൻ കൂടെയുള്ള സമയത്ത് EP BJP-യിൽ ചേരാനായിട്ട് ചർച്ച നടത്തുമോ എന്നൊക്കെ. ആരെങ്കിലും വിശ്വസിക്കുമോ അക്കാര്യം? അപ്പോൾ തന്നെ ഈ പാർട്ടി നിയോഗിച്ചിട്ടുള്ള ആളാണല്ലോ കൂടെയുള്ളത്. അപ്പോൾ തന്നെ പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്യുമല്ലോ എന്നുള്ള കാര്യം. മുമ്പ് VS-ന്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന്, കൂടെ നടന്ന ആൾ തന്നെ, ഗൺമാൻ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമുണ്ടല്ലോ എന്ന് ദല്ലാൽ പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ജാവദേക്കർ ആക്കുളത്തെ ഫ്ളാറ്റിൽ വന്ന് EP-യെ കാണുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്നില്ല, കൂടെ ഉണ്ടായിരുന്ന ഗൺമാൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഊണ് കഴിക്കാൻ പോയിരിക്കുമെന്ന്. അപ്പോൾ ആ സമയമൊക്കെ സെലക്ട് ചെയ്താണോ വന്നിരിക്കുന്നത്?
അല്ല, നോക്കൂ, ഇതില് വെറുതെ വഴിയിൽ കൂടി പോകുന്ന സമയത്ത് എന്നാൽ ഒരാളിനെ ഒന്ന് കണ്ടു കളയാം, ഒരു ചായ കുടിച്ചേക്കാം എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ റാൻഡമായിട്ട് കയറുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെങ്കിൽ അവിടെ പോയി കുട്ടിയെ ഒന്ന് ആശീർവദിച്ച് കളയാം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി നടക്കുന്ന ഒരാളല്ലല്ലോ ജാവദേക്കർ. അദ്ദേഹം കേരളത്തിൽ വരുന്ന സമയത്ത് സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രീതിയിലുള്ള കൂടിക്കാഴ്ചകൾ ആരെ എവിടെ ഏത് സമയത്ത് കാണണം എന്നതിനെപ്പറ്റി കൃത്യമായി ചാർട്ട് ചെയ്തിട്ടാകുമല്ലോ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരിക. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നടത്തുന്ന ഓരോ ഇടപെടലിനും വളരെ കൃത്യമായ രീതിയിലുള്ള അർത്ഥങ്ങളുണ്ട്, അതിന് കൃത്യമായ രീതിയിലുള്ള പ്ലാനിംഗ് ഉണ്ട്. അല്ലാതെ വെറുതെ അങ്ങ് ചെന്ന് ഒരാളെ കയറുക കാണുക എന്ന് പറയുന്ന കാര്യം നടക്കില്ല. ഇനി തന്നെയുമല്ല, ശ്രീ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശ്രീ നന്ദകുമാർ ഇപ്പോൾ പറയുന്ന രീതിയിലുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അത് രാഷ്ട്രീയ പ്രശ്നമാണ് എന്നും രാഷ്ട്രീയ പ്രശ്നം പാർട്ടി രേഖയനുസരിച്ച് ഇങ്ങനെ ഒരു കാര്യം ഒരു കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടിയിലെ സംഘടനാ ചുമതലയുള്ള ഒരു നേതാവ് ഉന്നയിച്ചാൽ അത് പാർട്ടി ഘടകത്തിനെ അറിയിച്ചിരിക്കുക എന്ന് പറയുന്നത് അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വേലി തന്നെ വിളവ് തിന്നുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നയാളാണ് LDF-നെ നിയന്ത്രിക്കുന്നത്, അതായത് CPM കൂടി ഉൾപ്പെടുന്ന LDF എന്ന് പറയുന്ന ലാർജർ അംബ്രല്ല ഓർഗനൈസേഷന്റെ മുകളിൽ അതിന്റെ കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഇ പി ജയരാജൻ. അപ്പൊ അദ്ദേഹത്തിന് തന്നെ യാതൊരു വിധത്തിലുള്ള പാർട്ടി അച്ചടക്കവും ഇല്ല എങ്കിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സമ്പർക്കം മൂലം അദ്ദേഹം പാപിയായി പോകുമെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ, പിന്നെയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, ഞാനിവിടെ കാണുന്ന ഏറ്റവും വലിയ പൊരുത്തക്കേട് എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന അഭിപ്രായവും പാർട്ടിയും തമ്മിൽ ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ശ്രീ പിണറായി വിജയൻ അവിടെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമായി പറയുകയും അദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു സീരിയൽ ആയിട്ടുള്ള ഒരു ഒഫൻഡർ ആണ് എന്ന രീതിയിലത്തേക്ക് ജാഗ്രത കുറവ് എന്നുള്ള വിഷയം പല കാര്യങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തിനെ പാപി എന്ന് ലേബൽ ചെയ്യുകയും കൂടി ചെയ്തതിന് ശേഷവും അതിനെ ഓണപ്പ് ചെയ്യാനായിട്ട് CPM-ന്റെ ഘടകത്തിന്, കേരള ഘടകത്തിന് കഴിയുന്നില്ല എങ്കിൽ അതിനുശേഷം നടന്നിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? അദ്ദേഹം ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നു. അപ്പോൾ പാർട്ടിയുടെ മാത്രം ചുമതലയുള്ള ഒരു ദേശീയ നേതാവുമായി, BJP-യുടെ ദേശീയ നേതാവുമായി ശ്രീ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞാൽ അത് പ്രശ്നമാവുകയും അങ്ങനെ പാർട്ടിയുടെ ചുമതലയുള്ള ഇതേ വ്യക്തിയുമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ കൂടിക്കാഴ്ച നടത്തിയെന്ന് അദ്ദേഹം തന്നെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിനെ വെറുതെ വിടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇരട്ട നീതി പ്രശ്നം വീണ്ടും വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്ന്, അത് ഇവരുടെ ഏറ്റവും കൂടിയ ശിക്ഷയായിട്ടുള്ള പരസ്യ ശാസനയാണെങ്കിൽ പോലും അത് അദ്ദേഹത്തിന് മാത്രമായിട്ട് ലഭ്യമാക്കി കഴിഞ്ഞാൽ അതിലൊരു ഇരട്ട നീതിയുടെ പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരാൾ വലിയ നേതാവും മറ്റൊരാൾ ലെസർ നേതാവും എന്ന രീതിയിലത്തേക്ക് പാർട്ടി കാണുന്നു എന്ന് വരും. അപ്പൊ ഇതെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലാണ്. ശരിയാണ് ഡോക്ടർ ബി ജയരാജ്, ഇത് അണികൾക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നതിൽ യാതൊരു സംശയമില്ലല്ലോ. താങ്കൾ അതിനെ ജയരാജന് അതിനകത്തൊരു എക്സംഷൻ ഉണ്ട്, LDF കൺവീനർ ആണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും സമുന്നതനായ നേതാവാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് എന്തും ചെയ്യാം, ഒരു ജാഗ്രത കുറവും ഉണ്ടായാലും കുഴപ്പമില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുമായിട്ടും രഹസ്യ ചർച്ചകൾ നടത്താം. ഇങ്ങനെയാണെങ്കിൽ അണികൾ കുഴങ്ങിപ്പോവും, അണികൾക്ക് ആശയക്കുഴപ്പമുണ്ടാകും, കീഴ്ഘടകങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാകും, ഞങ്ങളുടെ നേതാക്കൾ എന്താണ് മുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആശയക്കുഴപ്പമുണ്ടാകും. താങ്കൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് എനിക്കറിയില്ല. മുമ്പൊരു ചർച്ചയിൽ ചില CPM സഹയാത്രികൾ വരുമ്പോൾ അവർ പറയുന്നത്, കഴിഞ്ഞ ചർച്ചയിൽ തന്നെ ഹസ്കർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഒരു നടപടിയിലേക്കോ അല്ലെങ്കിൽ ഒരു ജാഗ്രത കുറവ് ഉണ്ടായി എന്ന വിലയിരുത്തലിലേക്കോ പാർട്ടി പോകും, അങ്ങനെയാണ് ഞാൻ ആശിക്കുന്നത് എന്നാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു നിലപാട് താങ്കൾക്കുണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്കർ ഒരുപക്ഷെ ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പായിരിക്കാം പരിപാടിയിൽ പങ്കെടുത്തത്. അത് സെക്രട്ടേറിയറ്റിൽ അങ്ങനെ ഒരു ജാഗ്രത കുറവ് എന്നുള്ള വിലയിരുത്തലെങ്കിലും വരും, നടപടി വരില്ലല്ലോ, കാരണം അത് EP-യുടെ ഘടകം എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റിയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാകാത്തത് പൊതുവെ അണികൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിനകത്ത് ഒരു കാര്യത്തിൽ ഒരു ആരോപണം ഒരാൾക്കെതിരെ വരുന്നു, ആ ആരോപണത്തിനെ കുറിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നു. ആ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരം കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ പൂർണ്ണമായും കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് യാതൊരു രീതിയിലുള്ള നടപടിയും എടുക്കാത്തതാവാനാണ് സാധ്യത കൂടുതൽ. അഥവാ ഇനി അതിനകത്ത് എന്തെങ്കിലും അബറേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന കാര്യങ്ങൾ താഴെ പാർട്ടി ഘടകങ്ങളിലേക്ക് വരും.
ഓരോ ഘടകങ്ങളിലേക്ക് വരും. അത് ജില്ലാ സെക്രട്ടേറിയറ്റ് വരും, ജില്ലയിൽ വരും, ഏരിയയിൽ വരും, ലോക്കലിൽ വരും, ബ്രാഞ്ചിൽ വരെ ഈ വിഷയം ചർച്ച ചെയ്യും. അന്നേരം അണികൾക്കൊക്കെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, അണികൾ എന്ന് പറഞ്ഞാൽ പാർട്ടി മെമ്പർമാർക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ അവർ തുറന്നു സംസാരിക്കാനും ഈ കാര്യങ്ങൾ മിനിറ്റ്സ് ചെയ്യുകയും അത് മുകളിലോട്ട് പോവുകയും തന്നെ ചെയ്യും. അല്ലെങ്കിൽ സമ്മേളനങ്ങൾ പോലെയുള്ള സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു നടപടിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനുള്ള അവസരവും ഒക്കെ കിട്ടും. അങ്ങനെയാണ് സാധാരണ പാർട്ടിയുടെ ഒരു ഘടന. അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് കൺഫ്യൂഷന്റെ ഇപ്പം സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനമെടുത്തു, അതിനകത്ത് എനിക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ, വിരോധാഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താനും എന്റെ അഭിപ്രായം രേഖപ്പെടുത്താനും എനിക്ക് എന്റെ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എന്റെ ഘടകമുണ്ട്. ആ ഘടകത്തിലുള്ള കാര്യങ്ങൾ മേളിലേക്ക് റിപ്പോർട്ട് ചെയ്യും. അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കത്തില്ല, യാതൊരു കാരണവശാലും റിപ്പോർട്ട് ചെയ്യുക. എത്ര ചെറിയ പാർട്ടി ബ്രാഞ്ചിലെ അംഗമാണെങ്കിൽ പോലും പാർട്ടി അംഗത്തിന് അത്തരം ഒരു സംശയം ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. അത് 100% സുതാര്യമാണത്. അത് റിപ്പോർട്ട് ചെയ്യാനോ മറച്ചു വെക്കാനോ ഒന്നും പറ്റില്ല. വിയോജനക്കുറിപ്പുണ്ടെങ്കിൽ വിയോജനക്കുറിപ്പ് തന്നെ രേഖപ്പെടുത്താം. അത്തരത്തിലൊക്കെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ കൺവിൻസ്ഡ് ആയില്ലാത്തവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പല വിഷയങ്ങളിലും ചർച്ചകളും തുടർ ചർച്ചകളും അതിനെ തുടർന്നുള്ള ചർച്ചകളും പിന്നീട് നടപടികൾ വരെ ഉണ്ടായിട്ടുള്ള കേസുകളുണ്ട്. അത് ഇവിടെയും അങ്ങനെ അല്ലല്ലോ. ഇവിടെ ചർച്ച അവസാനിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്. പരസ്യമായിട്ട് പിന്തുണ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉള്ളിൽ നിന്ന് വരുന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന വിവരങ്ങളും അങ്ങനെ തന്നെയാണ്. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വിഷയം വരുമ്പോൾ ചർച്ച ഉണ്ടാകും. എന്തെങ്കിലും ഒരു ചെറിയ നടപടിയാണെങ്കിൽ കൂടി വേണം എന്നുള്ള ഒരു നിലപാടിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം EP ചെയ്തിരിക്കുന്നത് നിസ്സാരമായ കാര്യമല്ല, അണികളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഇവിടുത്തെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഉപരി കമ്മിറ്റി തീരുമാനം എടുക്കുന്നത്. ഉപരി കമ്മിറ്റി ഒന്നുകൂടെ ഇത് പരിശോധിച്ചിട്ട് എന്തൊക്കെയാണ് അതിന്റെ വ്യാപ്തി, ഏതൊക്കെ ആംഗിളിലാണ് ഇത് പോയേക്കുന്നത്. മുമ്പത്തെ പോലെ നമ്മൾ അനാവശ്യമായിട്ട് ആരെങ്കിലും പേരിൽ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ പരസ്യമായ താക്കീത്. ഇപ്പൊ കുറച്ചുകൂടെ കൂടുതൽ ജാഗ്രത പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ മുമ്പ് ചെയ്തു പോയിട്ടുള്ള ചില പിഴവുകൾക്ക് പരിഹാരം എന്നോണം ഉടനടിയൊന്നും അത് ഒരുപാട് നേതാക്കന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട്. MER-ന്റെ കാര്യത്തില്, ഗൗരിയമ്മയുടെ കാര്യത്തില്, അങ്ങനെയുള്ള ഒട്ടനവധി VB ചെറിയാന്റെ കാര്യത്തില്, MM ലോറൻസിന്റെ കാര്യത്തില്, രവീന്ദ്രനാഥിന്റെ കാര്യത്തില്, വിശ്വനാഥ മേനോന്റെ കാര്യത്തില്, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ആ സമയത്ത് നികത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരുപാട് അണികളും ആ സമയത്ത് ചോർന്നു പോവുകയുണ്ടായി. ഇവരുടെയൊക്കെ ആശയങ്ങൾ വിശ്വസിച്ചിരുന്ന കുറേയധികം ആളുകൾ ചോർന്നു പോവുകയൊക്കെ ഉണ്ടായി. അതൊക്കെ തിരിച്ചെടുക്കാൻ പിന്നീട് ഇപ്പൊ പാർട്ടിക്ക് പുറത്താണെങ്കിൽ പാർട്ടിയാണ് വലുത്. പാർട്ടിക്ക് ഒരാൾ പുറത്താക്കി കഴിഞ്ഞാൽ അയാൾ പാർട്ടിക്കൊന്നുമില്ല, അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതാണെന്നൊക്കെ നമുക്ക് ആലങ്കാരികമായി പറയാമെങ്കിലും ഓരോ വ്യക്തിയും ഓരോ പാർട്ടി മെമ്പർമാർക്കും ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? അങ്ങനെ പുനർവിചിന്തനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റിയും കുറച്ചുകൂടെ നമുക്ക് പറയാനുള്ള ഒരു അവസരം കിട്ടുകയും ആ അവസരത്തിൽ വെച്ച് വീണ്ടും ചർച്ച ചെയ്യുകയും അതിന് തുടർ ചർച്ചകൾ ഉണ്ടാവുകയും അതിനുശേഷം യഥാർത്ഥത്തിൽ ഇയാൾ തെറ്റ് ചെയ്തു എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാകുക. അതിനകത്ത് യാതൊരു ഇതിപ്പം പിണറായി വിജയൻ ആണെങ്കിലും ഇത് XY or Z അങ്ങനെ ഒരു പേരെന്നൊരു വിഷയമേ അല്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് നിർമ്മൽ ചക്രവർത്തിയുടെ കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് പേരുടെ കേസില്. ശരി ഡോക്ടർ B. ജയരാജ്, അതുകൊണ്ട് അതായത് പാർട്ടി മാറി ഇപ്പോൾ ഈ അവതാരങ്ങളുമായിട്ടൊക്കെ ബന്ധം പുലർത്തുന്നു എന്നുള്ള ആരോപണം വന്നാലും അങ്ങനെയാണെങ്കിൽ പോലും പാർട്ടിക്ക് രണ്ട് തവണ ചിന്തിക്കേണ്ടി വരും. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, അത് വ്യക്തമാണല്ലോ ഡോക്ടർ B. ജയരാജ് പറഞ്ഞ കാര്യങ്ങൾ. ഇത് ആരോപണം എന്ന രീതിയിൽ മാത്രമേ പാർട്ടി ഇപ്പോൾ കണക്കിലെടുക്കുന്നുള്ളൂ. അല്ല ശ്രീ മഞ്ജുഷ്, നീ അഥവാ ഇവരുടെ പോളിറ്റ് ബ്യൂറോ ഒരു നടപടിയിലേക്ക് കടന്നാൽ ഒരു പരസ്യ ശാസനം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ല തരം താഴ്ത്താം, അല്ലാതെ നിയമം അനുശാസിക്കുന്ന ഒരു ഇതിലേക്ക് അവർ പോകാനില്ല. നോക്കൂ, ഈ കേസിൽ പിണറായി വിജയൻ തന്നെ പറയുന്നു, പിണറായി വിജയൻ ഇവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ഈ പാർട്ടിയുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ തന്നെ പറയുന്നു EP ജയരാജിന്റെ വീഴ്ച സംഭവിച്ചു. അദ്ദേഹം ഒരു സീരിയൽ ഒഫൻഡർ ആണ്, അതായത് നിരന്തരമായി വീഴ്ചകൾ സംഭവിക്കുന്ന ഒരാളാണെന്ന് ഒരു പോളിറ്റ് ബ്യൂറോ ഒഫൻഡർ എന്നൊന്നും പറയാതെ ആ വേർഡ് മാറ്റണം. അല്ലല്ല, പാർട്ടി ലൈനിൽ അല്ലല്ലോ, ഇതൊന്നും ക്രിമിനൽ ആക്ട് ഒന്നും അല്ലല്ലോ. അല്ലല്ല ക്രിമിനൽ ആക്ട് അല്ല. ശ്രീ ജയരാജ്, പാപം ഒരു ഒഫൻസ് ആണ്. സീരിയൽ പാപി പോരെ, സീരിയൽ പാപി പാപം ഒരു ഒഫൻസ് അല്ല. സീരിയൽ പാപിയാണ് അദ്ദേഹം. പാപി എന്നല്ല പറഞ്ഞത്, ജാഗ്രത കുറവ് സ്ഥിരമായി ഉണ്ടാകാറുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ല, ശിവന്റെ കൂടെ ശിവൻ എന്നാണ് പറഞ്ഞത്. പാപി എന്ന് ഉദ്ദേശിച്ച നന്ദകുമാരൻ തന്നെയാണ്. കൂടെ ചേർന്ന ശിവനും പാപിയാവൂന്നല്ലേ പറഞ്ഞു? അതെ, അപ്പോൾ ഉദ്ദേശിച്ചത്.
അല്ല ചേർന്നെന്നല്ലേ പറഞ്ഞു? ചേർന്നതാണല്ലോ. അല്ലല്ലോ, ചേർന്നല്ലോ, എത്രയോ കാലമായി ചേർന്നു, വിവിധ ഘട്ടങ്ങളിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞു. പിണറായി വിജയൻ ഇവരുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ഇനി രണ്ടാമത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, എനിക്കൊന്ന് സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല അതിനെപ്പറ്റി. അങ്ങനെ ആണെങ്കിൽ ആ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു ഇദ്ദേഹത്തിന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ മാധ്യമങ്ങളോട് എത്ര ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. മാധ്യമങ്ങൾ ചോദിക്കുന്നു ഇപിക്ക് നിരന്തരമായി വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടോ? അപ്പോ സംസ്ഥാന സെക്രട്ടറി പറയാണ് നിരന്തരമായില്ല, ഇടയ്ക്കിടയ്ക്കുണ്ട്, ആഴ്ചയിൽ 1 വീതം എന്നാണ് പറയുന്നത്. ഈ മരുന്നൊക്കെ കഴിക്കുന്നത് പോലെ ദിവസം 3 നേരം വീഴ്ച ഉണ്ടാകുന്ന പാപിയാണ് ഇ പി ജയരാജൻ എന്ന് ഇവരുടെ പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിട്ടും ഇത്രയും നേരമായി ഒരു പരസ്യ ശാസനം പോയിട്ട് രഹസ്യ ശാസനം പോലും ഉണ്ടാവാത്തതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പവർ ബ്രോക്കർ അറിയില്ലല്ലോ സംസ്ഥാന സെക്രട്ടറിയിൽ എന്താ നടന്നെന്ന്. അല്ല വസന്ത, അത് ഈ നടപടിയിലേക്ക് പോകണമെങ്കിൽ ഇ പിയുടെ ഘടകത്തിൽ ഈ കാര്യം ചർച്ചയ്ക്ക് വരണം. അതാണല്ലോ CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം. അത് ഇരുമ്പുമറയ്ക്കുള്ളിലൊക്കെ ഉള്ള ഒരു സംവിധാനമാണ്. അത് നമുക്കത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഒരിക്കലുമില്ല. പക്ഷേ അല്ല, അതിലേക്കാണ് ഞാൻ പറഞ്ഞത്. അത് രണ്ടാം ഘട്ടം അതിലേക്കാണ് വരുന്നത്. ഇ പി ജയരാജനെതിരെ പാർട്ടി നടപടി എടുക്കുകയോ ഇ പി ജയരാജനെ വൈറ്റ് വാഷ് ചെയ്യുകയോ അഗ്നിശുദ്ധി വരുത്തുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ, നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ഇ പി ജയരാജൻ എന്ന മുൻ മന്ത്രി, ഇ പി ജയരാജൻ എന്ന LDF കൺവീനർ, ഇ പി ജയരാജൻ എന്ന ഭരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയുടെ കൺവീനർ, അദ്ദേഹം പൊതുജനത്തിന് മുമ്പിൽ അഗ്നിശുദ്ധി വരുത്തേണ്ടത് രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമാണ്. അതിന്റെ ഭാഗമായി നാളിതുവരെ, അതായത് ഏതാണ്ട് 1.5 ആഴ്ച കാലമായി ഈ ആരോപണം പ്രത്യക്ഷമായും പരോക്ഷമായും കേരള ജനസമൂഹത്തിന് മുമ്പിൽ വന്നിട്ട്, അപ്പോൾ ആ അഗ്നിശുദ്ധി വരുത്തണമെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ ആ ആരോപണത്തിൽ കഴമ്പില്ലെങ്കിൽ നിയമ നടപടികളുമായി ആര് പോകണം? ജയരാജൻ പോകണം. ജയരാജൻ പോയിട്ടുണ്ടോ? പോയില്ല. നമ്മുടെ നന്ദകുമാറിനെതിരെയോ ശോഭാ സുരേന്ദ്രനെതിരെയോ സുധാകരനെതിരെയോ നടപടികളുമായി മുമ്പോട്ട് പോകാൻ ഇ പി ജയരാജൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത്? മടിക്കുന്നതിന് പിന്നിൽ പക്ഷേ ഇത്തവണ പോയേക്കും കേട്ടോ വസന്ത. ഇത്രയും വിവാദമായ സ്ഥിതിക്ക് പാർട്ടി നിർദ്ദേശവും നൽകിയിട്ടുണ്ടല്ലോ. വെളപ്പായ സതീശന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ബന്ധം പറഞ്ഞ സമയത്ത് കരുവന്നൂർ ബാങ്ക് ഇടപാടിലെ ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു പ്രതിയുടെ വിവരങ്ങൾ പുറത്തു വന്ന സമയത്ത് അന്ന് ജയരാജനെ ചുറ്റിപ്പറ്റി ഒട്ടേറെ വിവാദങ്ങൾ വന്നപ്പോൾ ജയരാജൻ പറഞ്ഞാണ് ഞാനിതാ വക്കീൽ നോട്ടീസ് അയക്കാൻ പോവുകയാണ്, നിയമ നടപടിക്ക് പോവുകയാണെന്ന്. ഒന്നും കണ്ടില്ല ഇതുവരെ. അല്ല, പോയാൽ പോലും ശ്രീ മഞ്ജുഷ്, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അദ്ദേഹം മുഖം രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഒരു നിയമ നടപടികളുമായി പോയാൽ പോലും അത് KPCC അധ്യക്ഷനെതിരെ മാത്രമായിരിക്കും. കാര്യം KPCC അധ്യക്ഷൻ ഈ ആരോപണത്തെ പൊതുജനത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷെ ഡേറ്റ കയ്യിലുള്ളത്, ഞാൻ വളരെ കൃത്യമാണ്, ഡേറ്റ കയ്യിലുള്ളത് നന്ദകുമാറിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും കയ്യിലാണ്. അവരെ വെല്ലുവിളിക്കാൻ, അവർക്കെതിരെ നിയമ നടപടികളുമായി പോയി കൂടുതൽ അവരെ അലോസരപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾ പൊതുജനത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ജയരാജൻ തയ്യാറാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നന്ദകുമാറിന്റെ മുഖത്ത് നോക്കി നന്ദകുമാറിനെ ഒന്ന് തള്ളിപ്പറയാൻ പോലും ജയരാജനുള്ള ആർജവമില്ലാത്തതിന്റെ കാരണം ജയരാജനുമായി ചേർന്ന് നടത്തിയിരിക്കുന്ന പങ്ക് കച്ചവടങ്ങളുടെ മുഴുവൻ, ആ പങ്ക് കച്ചവടങ്ങളുടെ എല്ലാം പടച്ചവൻ എന്ന് പറയുന്ന പിണറായിയാണ്. പക്ഷെ ജയരാജനായിരുന്നു ബ്രോക്കർ. ആ ജയരാജനുമായി ചേർന്ന പങ്ക് കച്ചവടങ്ങളുടെ മുഴുവൻ വിവരവും ആര് വെളിയിൽ വിടും? നന്ദകുമാർ വെളിയിൽ വിടുമെന്ന ഭയം ജയരാജനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മുഖം രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഇനി ഒരു നിയമ നടപടികളുമായിട്ട് പോയാൽ പോലും അത് KPCC അധ്യക്ഷനോ കോൺഗ്രസ് നേതാക്കൾക്കെതിരോ മാത്രമായിരിക്കും എന്നതിൽ സംശയമില്ല. ശരി, ശ്രീജിത്ത് പണിക്കർ, അത് ശരിയായ നിരീക്ഷണമാണല്ലോ വസന്ത് നടത്തിയിരിക്കുന്നത്. ചിലപ്പോൾ ജയരാജൻ നിയമ നടപടിയിലേക്ക് പോയേക്കാം. ജയരാജൻ അവസാനവും പറഞ്ഞത് തന്നെയാണ്, ഞാൻ പാർട്ടി നിർദ്ദേശപ്രകാരം നിയമ നടപടിയിലേക്ക് പോകാൻ പോകുന്നുവെന്ന്. ഈ ഇദ്ദേഹത്തിൻ്റെ ദല്ലാൽ നന്ദകുമാറിൻ്റെ മൊബൈൽ ഫോൺ നമ്പരും ഇപ്പോൾ ചിലപ്പോൾ EP ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇതിനൊരു വ്യക്തതക്കുറവില്ലേ? അത് മാത്രമല്ല ഒരു ആത്മാർത്ഥതക്കുറവില്ലേ? ഈ പൊതുസമൂഹത്തിന് മുന്നിൽ എന്തോ കാട്ടിക്കൂട്ടുന്നു എന്ന തോന്നലുണ്ടാക്കുവാനല്ലേ ഇത് ഉപകരിക്കുകയുള്ളൂ? അല്ല, തീർച്ചയായിട്ടും. നോക്കൂ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ നടന്നിരിക്കുന്ന ചായ്പേ ചർച്ചയുടെ ഉദ്ദേശം എന്താണ് എന്നതിനെപ്പറ്റി ഇവരാരും തന്നെ വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കുറച്ചധികം ചോദ്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഏറിൽ നിൽക്കുകയാണ്. എന്താണ് ജാവദേക്കറും EP-യുടെ മകനും തമ്മിലുള്ള ബന്ധം എന്നതിനെ പറ്റി ഇവർ പറയുന്നില്ല. ആ ബന്ധം EP-യുടെ മകനോട് ചോദിച്ചാലും പോരെ? അല്ല, താങ്കൾക്കാകുമ്പോ അതാണല്ലോ സൗകര്യം. അല്ല, താങ്കൾ എത്താൻ മറ്റേ കൂടുതൽ സൗകര്യമുള്ള EP-യുടെ മകനോട് ചോദിച്ചിട്ട് വന്ന് പറഞ്ഞാലും മതി. പയ്യേ, പക്ഷെ EP-യോട് ചോദിക്കുമ്പോ EP ഒന്നും പറയുന്നില്ലല്ലോ. താങ്കളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചർച്ചയിൽ പറയാനുള്ളതാണെങ്കിൽ പറഞ്ഞോളൂ. അല്ല, താങ്കളുടെ വ്യക്തിപരമായിട്ട് താങ്കൾക്ക് അറിവുള്ള ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാനല്ലല്ലോ ഈ ചർച്ച. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ EP ജയരാജനോടും ചിലപ്പോൾ ബന്ധം കാണും, അല്ലെങ്കിൽ ജാവദേക്കറോടും കാണും. അത് പറയാനല്ലല്ലോ ഈ ചർച്ച. EP-ക്കില്ലാത്ത, നന്ദകുമാറിനില്ലാത്ത അസ്വസ്ഥത ശ്രീ ജയരാജ് കാണിക്കരുത്. ഒരു ജയരാജന് ഈ അസ്വസ്ഥത
കാണിക്കേണ്ട ജയരാജൻ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ചർച്ചയിൽ വരുന്ന ജയരാജൻ പകരം അത് കാണിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന അഭിപ്രായം തൽക്കാലം കേൾക്കൂ. താങ്കൾ പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇപിയും മകനും തമ്മിൽ എന്ത്, അയാളും ഞാനും തമ്മിൽ എന്നൊക്കെ പറയുന്നത് പോലെ തമ്മിൽ എന്ത് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് ഇവിടെ പറയണം. കാരണം മറ്റുള്ള പല ഇതേപോലെയുള്ള നേതാക്കന്മാരുടെ മക്കളുമായിട്ടുണ്ടായിരുന്ന പല ബന്ധങ്ങളും ഈ രീതിയിൽ തന്നെ ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാൻ തയ്യാറല്ലാത്ത പല ആൾക്കാരും പരസ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പല ഘടകങ്ങളിൽ അതിനെപ്പറ്റി പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇ പിയുടെ മകന് അല്ലെങ്കിൽ ഇ പിക്ക് ഒരു എക്സെപ്ഷൻ കൊടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. രണ്ട്, ഇങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ച അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ റാൻഡമായിട്ട് വഴിയൂടെ പോകുന്ന സമയത്ത് ഒരാളും അങ്ങനെ ചായ കുടിക്കാനായിട്ട് കയറില്ല. അങ്ങനെ കയറുന്നതിന് കോഫി ഷോപ്പ് എന്നാണ് പറയുക. അപ്പോൾ ആക്കുളത്തെ ഫ്ലാറ്റ് ഒരു കോഫി ഷോപ്പ് അല്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇ പി റോൾ, എന്താണ് ഇ പിക്ക് ഈ വിഷയത്തിലുള്ള റോൾ എന്നതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള വിശദീകരണവും ഇവിടെ ഇല്ല. ഈ ജാഗ്രതയെപ്പറ്റി മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു. എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ ജാഗ്രത ഇദ്ദേഹത്തിന് ഇല്ലാതെ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി ഇവിടെ വിശദീകരണമില്ല. അങ്ങനെ തുടർച്ചയായിട്ട് ജാഗ്രതയില്ലായ്മ കാണിക്കുന്ന ഒരാൾ അദ്ദേഹത്തിനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കാതെ അദ്ദേഹത്തിനെ ഇപ്പോഴും LDF കൺവീനർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം അവിടെ ഇപ്പോഴും ഏറിൽ നിൽക്കുകയാണ്. പാർട്ടി അച്ചടക്ക പ്രകാരം രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പാർട്ടിയെ അറിയിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിന് കൂടി ബാധകമായിട്ടുള്ള കാര്യമാണ്. മറ്റാരെക്കാളും അത് അറിയുന്നയാളാണ്, അറിയേണ്ടുന്നയാളാണ് ഇ പി ജയരാജൻ. പക്ഷേ അത് എന്തുകൊണ്ട് അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞില്ല? ഇനി ഇങ്ങനെ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് പാർട്ടിയെ അറിയിക്കാതിരിക്കുന്നത് ഒരു വീഴ്ചയാണ് എന്ന് എന്തുകൊണ്ടാണ് പാർട്ടി കാണാത്തത്? അങ്ങനെ അറിയിക്കേണ്ടതില്ല, അങ്ങനെ പ്രശ്നമില്ല എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? നന്ദകുമാറുമായിട്ടുള്ള ബന്ധം മാത്രമാണ് പ്രശ്നമെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും ജാവദേക്കറെ കാണാമോ? അങ്ങനെ കണ്ടതുകൊണ്ട് പ്രശ്നമില്ലേ എന്ന കാര്യത്തിനെ പറ്റി ഇവരാരും പറയുന്നില്ല. പിണറായി വിജയൻ എപ്പോൾ, എന്തിനു വേണ്ടി, എവിടെ വെച്ച് ജാവദേക്കറിനെ കണ്ടു എന്നതിനെ പറ്റി പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നന്ദകുമാർ പറയുന്ന കാര്യത്തിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്ന കാര്യത്തിനെ പറ്റിയോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രസക്തമായിട്ട് ഈ ഒരു മിസ്റ്ററി സോൾവ് ചെയ്യാൻ ഉതകുന്ന ഉത്തരങ്ങൾ വേണ്ടുന്ന ചില ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ ഇപ്പോഴും അവിടെ ഇങ്ങനെ ഏറിൽ നിൽക്കുകയാണ്. ഈ ചോദ്യങ്ങളെ ആരും അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ട്രസ്റ്റ് വർത്തിയാണോ? നന്ദകുമാർ ട്രസ്റ്റ് വർത്തിയാണോ? ഇ പി ജയരാജൻ പറയുന്നത് സത്യമാണോ? ഈ കാര്യങ്ങളെല്ലാം മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇവരൊക്കെ രാഷ്ട്രീയക്കാരാണ്. ഇവരെയൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഈ പറയുന്ന ഇത്രയും പ്രശ്നങ്ങൾ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സംവിധാനം അനുസരിച്ച്, അതിന്റെ അടിസ്ഥാന ശിലയനുസരിച്ച് ഉത്തരമുണ്ടാകേണ്ടുന്നതല്ലേ? അതെന്തുകൊണ്ടാണ് അവിടെ ഉത്തരമില്ലാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പാർട്ടി ഇങ്ങനെ ചർച്ച ചെയ്തതിന് ശേഷവും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും അഭിപ്രായം പറയേണ്ടതില്ല എന്ന രീതിയിലേക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ CPM-ന്റെ ആൾക്കാർ ഇപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്? ശരി, അത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. അല്ലല്ല, ഇത് ഉത്തരം പറയാൻ പറ്റുന്ന കാര്യമാണ് എങ്കിൽ CPM-ന്റെ നേരിട്ടുള്ള പ്രതിനിധികൾ, സഹയാത്രികരല്ലാതെ CPM-ന്റെ നേതാക്കൾ തന്നെ AKG സെന്ററിൽ നിന്ന് അയക്കുന്ന ആളുകൾ തന്നെ ചർച്ചയിൽ പങ്കെടുത്ത് അത് പറയാവുന്നതാണ്. എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്നത് ദുരൂഹമാണ് ആ കാര്യം. ഡോക്ടർ ബി ജയരാജ്, ഇത് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെയല്ലേ? കാരണം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അങ്ങനെയല്ല, ഇപ്പൊ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒന്ന് പറയേണ്ടുന്ന കാര്യമൊന്നുമില്ല. അത് പാർട്ടിയിൽ നടന്ന ചർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ചർച്ചയും കഴിഞ്ഞിട്ട് അതിന്റെ മിനിറ്റ്സ് എടുത്ത് അങ്ങ് പത്രക്കാർക്ക് കൊടുത്താൽ പോലെ ആരെന്താ ആ മിനിറ്റ്സ് ഒക്കെ ആർക്ക് വേണം? CPM-ന്റെ മിനിറ്റ്സ് ആർക്ക് വേണം? അങ്ങനെയല്ല. ഇ പി ജയരാജൻ എന്ന് പറയുന്നത് നിസ്സാരക്കാരനായ ഒരു വ്യക്തിയല്ല. ജാവദേക്കറിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. ഇ പി ജയരാജനെ കുറിച്ച് പറയുന്നുണ്ട്. ജാവദേക്കറെ കുറിച്ച് ആരാണ് പറയാതിരിക്കുന്നത്? ഡോക്ടർ ബി ജയരാജ്. അങ്ങനെയാണെങ്കിൽ ജാവദേക്കറുമായിട്ട് ചർച്ച നടത്താൻ പാടില്ല എന്നാണല്ലോ താങ്കളുടെ നിലപാട്. അങ്ങനെയാണെങ്കിൽ ജയരാജൻ ചെയ്തത് ശരിയാണോ? അങ്ങനെയല്ല. ഒരു കാര്യം പറയുന്നുണ്ട്, അതിന്റെ രണ്ട് വശങ്ങൾ നമ്മൾ കാണണം. ജാവദേക്കർ വന്നിരുന്നു. എന്തിനും ജാവദേക്കർ വന്നിരുന്നു? എന്താണെന്നറിയോ കാര്യം? നിങ്ങളടക്കം പറയുന്ന ദേശീയ തലത്തിൽ ചാക്കിട്ട് പിടിയുടെ ആശാന്മാരാണ് BJP. അതുകൊണ്ട് നമ്മൾ അവരെ ആ രീതിയിലേ കാണുന്നുള്ളൂ. പക്ഷെ ഏത് BJP ചാക്കിട്ട് പിടിക്കാൻ വന്നാലും ഒരിക്കലും വഴുതി അതിലേക്ക് വീഴാത്തവരാണ് ഞങ്ങൾ. ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി പോരാളികളാണ് ഞങ്ങൾ എന്ന് നാൾക്ക് നാള് വിളിച്ചു പറയുന്ന നിങ്ങൾ CPM, ആ CPM ഇതിനകത്ത് വീണുപോയി. അതിനകത്ത് യാതൊരു സംശയം വേണ്ട വസന്ത്. അതിനകത്ത് CPM ഇന്ന് ഒരു അണിയെ പോലും കിട്ടത്തില്ല. BJPക്ക് കേരളത്തിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷെ അണികളെയല്ല, കൂടുതലായിട്ടും വേണ്ടത് നേതാക്കളെയാണ് വേണ്ടത്. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് നേതാക്കളെയാണ് അവർക്ക് ആവശ്യം. അതാണ് അവർ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെ തന്നെയാണ്. അവിടെ നേതാക്കൾ വീണ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ശരി ശരി അല്ല, CPM-നെ കുറിച്ച് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. ശരി 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 സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി വസന്ത്, നന്ദി ഡോക്ടർ ബി ജയരാജ്, നന്ദി ശ്രീ പണിക്കർ. രണ്ടുപേർ അവസാനിക്കുകയാണ്. നന്ദി.